കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. ദുരൂഹമായ യാത്രയാണെന്ന് ഉറപ്പായും പറയണം. കാര്യം കഴിഞ്ഞ ദിവസം പോയ രാത്രി മൊത്തം നമ്മൾ ഉറക്കമൊളിച്ച് കാത്തിരുന്നതാണ്. അല്ലെങ്കിൽ ആ കുട്ടിയുടെ യാത്രയ്ക്കൊപ്പം അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിന്റെ സംഘത്തോടൊപ്പം ഉണ്ടായതാണ്. കേരള പോലീസ് സംഘം ഒന്നാകെ ഒരു സംവിധാനം ഒന്നാകെ ഈ കുട്ടി എവിടെ എന്നുള്ള അന്വേഷണത്തിൽ ഇന്നലെ ഈ കുട്ടിയെ കാണാതായി എന്ന പരാതി കിട്ടിയപ്പോൾ മുതൽ ഇന്നലെ രാത്രി ഒന്നാകെ ഇന്ന് രാവിലെ മുതൽ കന്യാകുമാരിയിലടക്കം ഈ സമയം വരെയും കേരള പോലീസിന്റെ വലിയ സംഘം, കേരള പോലീസിന്റെ മാത്രമല്ല തമിഴ്നാട് പോലീസിന്റെ, റെയിൽവേ പോലീസിന്റെ ഒക്കെ ഏകോപിത നീക്കത്തിൽ വലിയ സംഘങ്ങൾ അന്വേഷിച്ചതാണ്. ഇവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ കുട്ടി ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുകയാണ് കഴക്കൂട്ടം പോലീസ്. ഇപ്പോൾ വിജയവാഡയിൽ ആന്ധ്ര വഴി ഈ തീവണ്ടി അരോണ എക്സ്പ്രസ് ആണെങ്കിൽ അരോണ എക്സ്പ്രസിൽ ഇന്നലെ രാത്രി തന്നെ പരിശോധന നടത്തിയതാണ്. അത് അരോണ എക്സ്പ്രസ് ആണെങ്കിൽ, കുട്ടി കയറിയെന്ന് പറയുന്ന അരോണ എക്സ്പ്രസ് ആണെങ്കിൽ അത് ഇന്നലെ രാത്രി തന്നെ പരിശോധന നടത്തിയതാണ്. എന്ന് പറഞ്ഞാൽ ബോഗിയാനന്തരം കയറി ഇറങ്ങിയുള്ള പരിശോധന നടന്നതാണ്. അവിടെയൊന്നും ആ കുട്ടിയെ അപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ തീവണ്ടിയിലാണോ എന്ന് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ആ തീവണ്ടി ആണെങ്കിൽ ഇപ്പോൾ അത് ഹൈദരാബാദ് വഴി കടന്നു പോവുകയാണ്. വിജയവാഡയിൽ അതിന് സ്റ്റോപ്പുണ്ട്. വിജയവാഡയിൽ അന്വേഷിക്കാനാണ് ഇപ്പോഴും നീക്കം. ആന്ധ്ര പോലീസിനോട് സഹായം തേടുന്നുണ്ട് കേരള പോലീസ് എന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു. കുട്ടി ചെന്നൈയിലെത്തുന്ന സ്ഥിരീകരിക്കുന്നു. ചെന്നൈയിൽ നിന്ന് അസമിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് തള്ളുന്നില്ല. അപ്പോഴും നമ്മുടെ പോലീസ് സംവിധാനങ്ങളുടെ ഒക്കെ കണ്ണുവെട്ടിച്ച് 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക്, ഒരു ചെറിയ കുട്ടിക്ക് കയ്യിൽ കേവലം 40 രൂപ മാത്രമുണ്ട് എന്നൊക്കെ നമ്മൾ ഇതുവരെ കരുതിയിരുന്ന, ഒരുപക്ഷെ അതിനപ്പുറം പണമടക്കമുള്ള കാര്യങ്ങൾ കയ്യിലുണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ 40 രൂപ കൊണ്ട് ഇക്കണ്ട യാത്രയൊക്കെ നടത്താൻ എന്തായാലും ആ കുട്ടി കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അത് കുറച്ചുകൂടി പ്ലാൻഡ് യാത്രയാണോ എന്നുള്ള സംശയമുണ്ട്. ഈ കുട്ടിയുടെ സഹോദരൻ നമ്മൾ രാവിലെ ഫോണിൽ വിളിച്ചതാണ്. ഒന്നും അറിയില്ല എന്നുള്ളതാണ് ആ സഹോദരൻ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ബംഗളൂരു റിപ്പോർട്ടർ അരുൺ പൂപ്പറമ്പായി സഹോദരനെ തേടി അവിടെ പോകുമ്പോഴും ഈ സഹോദരന് അരുൺ പൂപ്പറമ്പയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് അരുണിന് മുന്നിൽ നിന്ന് പെട്ടെന്ന് കുതിറിമാറാനുള്ള നീക്കം നടത്തുകയായിരുന്നു സഹോദരൻ. സഹോദരൻ ഇന്ന് ജോലിയിലാണെന്ന് നമ്മളോട് രാവിലെ പറഞ്ഞതാണ്. പക്ഷേ സഹോദരൻ ബംഗളൂരുവിൽ ഇന്ന് ലീവാണ്. വാഹിദ് എന്നാണ് സഹോദരൻ്റെ പേര്. സഹോദരൻ ഇന്ന് ലീവാണ് എന്നറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ചില ദുരൂഹതകൾ അക്കാര്യത്തിലുണ്ട്. ഈ കുട്ടിയുടെ യാത്രയിൽ നമ്മൾ ആദ്യം കരുതിയതുപോലെ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിൽ അവരുടെ അമ്മ ശകാരിച്ചതിൻ്റെ ഭാഗമായി പെട്ടെന്നൊരു കുരുത്തക്കേട് എന്നൊക്കെ തോന്നുന്ന മട്ടിൽ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങിപ്പോയേക്കാം എന്ന തോന്നലിൽ പെട്ടെന്നിറങ്ങിയതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പെട്ടെന്നിറങ്ങിപ്പോയതാണെങ്കിൽ ഈ കുട്ടിയുടെ വീട്ടിലെ ഫോൺ നമ്പർ അടക്കം ഈ കുട്ടിയുടെ പക്കലുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിൽ നിറങ്ങുക എന്ന ഉറച്ച ബോധ്യത്തിൽ അതെന്തുകൊണ്ടാണെന്ന കാര്യമൊക്കെ ഇനിയാണ് പുറത്തേക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടി വീട്ടിൽ നിറങ്ങിയേ മതിയാവുകയുള്ളൂ എന്ന ഉറച്ച ബോധത്തിലേക്ക് എത്തിയത്? അങ്ങനെ വീട്ടിൽ നിറങ്ങി പോകാനും മാത്രമുള്ള പീഡനം ആ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനിയാണ് അറിയേണ്ടത്. എന്തായാലും അറിയാൻ കഴിയുന്നത് കുട്ടി വീട്ടിൽ നിറങ്ങിയതാണ്. അത് വീട്ടിലേക്ക് തിരികെയില്ല എന്ന ഉറപ്പിൽ തന്നെ ഇറങ്ങിയതാണ്. അത് പോലീസിൻ്റെ കണ്ണ് വെട്ടിക്കാനടക്കം ഉള്ള എക്സ്പെർട്ടൈസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാവീണ്യമോ ഒക്കെ ആ കുട്ടിക്കുണ്ട് എന്ന് വേണം കരുതാൻ. നമ്മൾ 13 വയസ്സുള്ള കുട്ടിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന നല്ല ബോധത്തിൽ തന്നെ പറയുന്നു. അല്ലെങ്കിൽ ഇക്കണ്ട അന്വേഷണങ്ങളെയൊക്കെ ഈ കുട്ടി പോലീസിൻ്റെ കണ്ണിൽ പെടുന്നില്ല എന്നുള്ളത് വിസ്മയകരമായി നിൽക്കുന്നുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നു. ഷഫീദ്, നമ്മൾ ഈ വട്ടമിട്ട് കാണിക്കുന്നത് കുട്ടിയുടെ ചിത്രമാണ്. ഈ കുട്ടി പല CCTV ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ നാഗർകോവിൽ വരെ അന്വേഷിക്കുമ്പോൾ പല CCTV ദൃശ്യങ്ങളിൽ ഈ കുട്ടിയെ കാണുന്നു. ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ കാണുന്നു. ഇത് എന്തുകൊണ്ടാണ് പോലീസിന്റെ കണ്ണിൽ ഈ സമയം അത്രയും പെടാതെ പോയത്? CCTV പരിശോധിക്കുക എന്ന ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ആദ്യ സ്ട്രാറ്റജി അവസാനത്തേക്ക് മാറ്റി പോലീസ് എന്ന് കരുതണോ ഷഫീദ്? ഹാഷ്മി, നമുക്കങ്ങനെ എല്ലാ അർത്ഥത്തിലും പോലീസിനെ ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം പോലീസിനെ സംബന്ധിച്ച RPF ആണ് ഈ CCTVകൾ അല്ലെങ്കിൽ CCTV പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ അത് അലൊക്കേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് അനുവദിക്കേണ്ടത് RPF ആണ്. അവർ ആദ്യഘട്ടത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ പറഞ്ഞു എന്ന് RPF ഉദ്യോഗസ്ഥർ തന്നെ പിന്നീട് നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഒരു റെയിൽവേ സ്റ്റേഷനിൽ പരിശോധിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ലിങ്കാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പരിശോധിക്കുമ്പോൾ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന അത് വൈകും എന്നുള്ള കാര്യവും ഉറപ്പാണ്. ഏതായാലും ഇന്ന് രാവിലെ നമ്മൾ 7:15 ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ വലുതായിരുന്നു. ആ പെൺകുട്ടി ഇവിടെയുണ്ട് എന്നുള്ള വളരെ കറക്റ്റായിട്ടുള്ള വിവരം പോലീസിന്റെ പക്കൽ ഉണ്ട് എന്നുള്ളതായിരുന്നു നമുക്ക് ലഭിച്ചത്. എന്നാൽ 8:30 ആ ചിത്രം മാറി. പോലീസിനെ സംബന്ധിച്ച ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ആ മൊഴി എന്നതിൽ മാത്രം പോലീസ് അന്വേഷണം നടത്തി. ബീച്ചുകളിലേക്കൊക്കെ പോയി ഫോട്ടോകൾ കാണിച്ചുള്ള അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ കേരള പോലീസിന്റെ 5-അംഗ സംഘം നടത്തിയത്. പിന്നാലെയാണ് അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ, 7-8 മണിക്കൂറുകളൊക്കെ എടുത്ത് ഒരു CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ഒരു നടപടിയിലേക്ക് പോയി. അങ്ങനെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന ആദ്യഘട്ടത്തിലെ ഫസ്റ്റ് ട്വിസ്റ്റ് അത് കുട്ടി പാറശാല വരെ എത്തിയെന്നുള്ള സ്ഥിരീകരണം. രണ്ടാമത്തേത് കുട്ടി കന്യാകുമാരിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയായിരുന്നു. പക്ഷേ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമുകൾക്കപ്പുറത്തേക്ക് ഇതിന്റെ ഫ്രണ്ട് ഗേറ്റുകൾ എവിടെയും കുട്ടി ഇറങ്ങി പോകുന്നു. ഷഫീദ്, നമ്മൾ സംസാരിക്കുന്നത് ഒരു 13 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റിയാണ്. അതിനെ അന്വേഷിച്ചത് നമ്മുടെ കേരള പോലീസിന്റെ സംവിധാനമാണ്. കേരള പോലീസിന്റെ
എന്താണ് പ്രഗത്ഭരായ ടീം അതിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അത് ചെറിയ സംഘം ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ ഇന്നലെ രാത്രി ഷഫീദ് ആ സംഘത്തിനൊപ്പം കന്യാകുമാരിയിലേക്ക് ഉണ്ടായിരുന്നു. 5 അംഗ സംഘം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ആദ്യഘട്ടത്തിലെ അതിന്റെ പരിമിതി മനസ്സിലാക്കാം. അതിനുശേഷം ആ സംഘം വലുതായി വരുന്നത് നമ്മൾ കണ്ടു. അന്വേഷണം വിപുലീകരിക്കപ്പെടുന്നത് നമ്മൾ കണ്ടു. റെയിൽവേ പോലീസിന്റെ സഹായം കണ്ടു, തമിഴ്നാട് പോലീസിന്റെ സഹായം കണ്ടു. ഷഫീദ് 13 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ ഇതാദ്യമായി അസമിൽ നിന്ന് കേരളത്തിലേക്ക് ആദ്യമായി 1 വർഷം എത്രയോ 1 മാസം മാത്രം മുൻപെത്തിയ യാത്രാപരിചയം അതുമാത്രമുള്ള പെൺകുട്ടി ഇക്കണ്ട അന്വേഷണത്തിൽ ഒന്നും കണ്ണിൽപ്പെട്ടില്ല എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് ഷഫീദ്. അഷ്മിതിൽ നിരവധി കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് മുൻധാരണ പ്രകാരമുള്ള, മുൻകൂട്ടി തീരുമാനിച്ചത് പ്രകാരമുള്ള യാത്രയാണ് പെൺകുട്ടിയുടേതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങളിൽ തന്നെ പോലീസിനെ സംബന്ധിച്ച് ചില മിസ്ലീഡുകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അസമിലേക്ക് കുട്ടി പോകാനുള്ള ആദ്യ സാധ്യത പരിഗണിച്ചുകൊണ്ടായിരുന്നു പാലക്കാട്ടേക്കുള്ള അന്വേഷണം. പോലീസിനെ സംബന്ധിച്ച് വൈറ്റലായത് ഇന്നലെ പുലർച്ചെ 3 മണിക്ക് ലഭിച്ച ബബിതയുടെ ഫോട്ടോ മാത്രമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിലേക്ക് എത്തിയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് വൈകിട്ട് 4:30 വരെയുള്ള സമയത്ത് പോലീസിനെ സംബന്ധിച്ച കുട്ടി കന്യാകുമാരിയിൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു തെളിവും ലഭിച്ചില്ല. അപ്പോഴാണ് നാഗർകോവിലേക്ക് കുട്ടി കയറിയ ഒരു ദൃശ്യങ്ങൾ പോലീസിന് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതിനുശേഷം കന്യാകുമാരിയിൽ നടത്തിയ പരിശോധനയിൽ ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ കുട്ടി, നമ്മൾ പറയുന്ന പോലെ ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ വന്നിറങ്ങുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് കുട്ടി ഇറങ്ങുന്നുണ്ട്. ശേഷം ഇവിടെ ശുചീകരണ തൊഴിലാളി, ട്രെയിൻ ശുചീകരണം നടത്തുന്ന ആ തൊഴിലാളികളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് അവരെ കണ്ടപ്പോൾ തിരിച്ചു കയറുന്നു. വീണ്ടും അവർ പോയതിനു ശേഷം ഇറങ്ങുന്നു ട്രെയിനിൽ നിന്ന്, വീണ്ടും തിരികെ കയറുന്നു. ഇത് കുട്ടി കൃത്യമായ ചില കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അത് പോലീസ് ഈ ഘട്ടത്തിൽ അവർ സംശയിക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടിക്ക് യാത്രാ പരിചയമില്ല എന്ന് പൂർണ്ണ അർത്ഥത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. 13 വയസ്സുള്ള കുട്ടിയാണ്. മാത്രമല്ല മുൻപ് ട്രെയിനിൽ കുറച്ച് യാത്ര ചെയ്ത പരിചയമുണ്ടെന്നുള്ള സംശയം കൂടി പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പെൺകുട്ടി ആളുകളുടെ കണ്ണ് വെട്ടിച്ച് നിറഞ്ഞ അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ഒരു സംശയം തോന്നുന്നത്. ഒരുപക്ഷെ കുട്ടി ആ മാനസിക വിഷമത്തിലോ അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന മോശം അനുഭവത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരിക്കും ഒരുപക്ഷെ കുട്ടി അങ്ങനെ പോയതാ എന്നുള്ള കാര്യം പോലീസ് സംശയിക്കുന്നത്. എന്തുമാകട്ടെ, നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു ലീഡ് കിട്ടുന്നു. ആ ലീഡ് കന്യാകുമാരിയിൽ നിന്ന് കുട്ടി ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ, അതായത് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസായി വന്ന ട്രെയിൻ ഇവിടെ നിന്ന് തിരികെ പോകുന്നത് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിട്ടാണ്. ആ ചെന്നൈ എഗ്മോർ എക്സ്പ്രസിൽ കുട്ടി പോയിട്ടുണ്ട്. ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് കുട്ടി ഇറങ്ങിയിട്ടില്ല. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയും തിരികെ ട്രെയിൻ പോകുന്നതിന് തൊട്ട് മുൻപ് കയറുകയും മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ എഗ്മോറിലേക്ക് ഈ കുട്ടി എത്തിയിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം അത് കേരള പോലീസ് നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കുട്ടി ഇനി എങ്ങോട്ടേക്ക് എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള ഒന്നാമത്തെ ചോദ്യം. അതിന് സാധ്യതകൾ പലതാണ്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന സാധ്യതയാണ് വിജയവാഡ. ഒന്നെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകാം, ഗുവാഹട്ടിയിലേക്ക് പോകാം. ഈ വിജയവാഡ എന്നുള്ള സാധ്യത പോലീസ് പരിശോധിക്കാൻ കാരണം ആ സമയത്തെ ട്രെയിൻ ടൈമിംഗുകൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ വിജയവാഡയിലേക്ക് കുട്ടി പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇതിനോടകം തന്നെ ആന്ധ്ര പോലീസിനോട് കേരള പോലീസ് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചെന്നൈയും എഗ്മോറും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് CCTV പരിശോധനകൾ അതും പുരോഗമിക്കുന്നുണ്ട്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ടും അന്വേഷണത്തിന് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു തെരച്ചിൽ, ഒരു പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ അശ്മി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട്, ആരുടെയും കണ്ണിൽപ്പെടരുത്, ആരാലും തന്നെ പിടിക്കപ്പെടരുത്, തനിക്കൊരു ലക്ഷ്യമുണ്ട്. കാരണം ഞാൻ വളരെ വ്യക്തിപരമായി ഈ മണിക്കൂറുകളൊക്കെ എനിക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം അശ്മി, അതായത് ഈ കുട്ടിക്ക് ആ വീട്ടിലേക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹമുണ്ടാകില്ല. അതൊരു പക്ഷേ കുട്ടിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടിയുടെ സഹോദരന്റെ ഇപ്പോ ഷഫീഖ്, നമ്മൾ രാവിലെ മുതൽ കേൾക്കുന്ന ഈ മൊഴികൾക്കൊക്കെ ഇപ്പോൾ രണ്ടാമത് തിരിച്ചാലോചിക്കുമ്പോൾ ഒരു വിശ്വാസക്കുറവ് തോന്നുന്നുണ്ട്. സഹോദരനൊന്നും അറിയില്ല എന്ന് സഹോദരൻ രാവിലെ പറഞ്ഞതിൽ എനിക്കിപ്പോൾ ബലമായ വിശ്വാസമുണ്ട്. സഹോദരന്റെ ഫോൺ നമ്പർ കുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് ഉള്ളതാണോ എന്ന് വിശ്വാസക്കുറവ്. എന്തായാലും ഈ കുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട് വീട്ടിലെ ഫോൺ നമ്പർ എന്തായാലും കുട്ടിക്കറിയാം. അപ്പോൾ ഒറ്റ ബുദ്ധിക്ക് ഒരു വാശിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പോയെങ്കിൽ 40 രൂപ തീരുമ്പോൾ, വയറ് വിശക്കുമ്പോൾ, ദാഹിക്കുമ്പോൾ തിരികെ ആരുടെയെങ്കിലും ഫോൺ വാങ്ങി എന്ന് പറഞ്ഞാൽ വീട് വിട്ടിറങ്ങി ട്രെയിനിൽ കയറിയിരിക്കാൻ കഴിവുള്ള കുട്ടി, കെൽപ്പുള്ള കുട്ടിക്ക് ആരുടെയെങ്കിലും ഫോൺ വാങ്ങി എന്നെ ഒന്ന് കൊണ്ടുപോ എന്ന് പറയാൻ കഴിയും. ഈ സമയം വരും അങ്ങനെ ഫോൺ കോൾ വന്നിട്ടില്ല എങ്കിൽ കുട്ടിയുടെ പക്കാ പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞാൽ രാവിലെ സിബ്ലിങ്ങുമായി അല്ലെങ്കിൽ സഹോദരിയുമായി ഒരു തർക്കമുണ്ടാകുന്നു, അമ്മ ഒന്ന് അടിക്കുന്നു, അതിൻ്റെ ഭാഗം പെട്ടെന്നൊരു ദേഷ്യത്തിൽ ബാഗെടുത്ത് പുറപ്പെട്ടതല്ല. കൃത്യമായ പ്ലാനിങ്ങിൽ അസമിലേക്കോ ബാംഗ്ലൂരിലേക്കോ സഹോദരൻ്റെ അടുത്തേക്കോ പോവുക, വീട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്ന കൃത്യം ഉദ്ദേശത്തിൽ ആരുടെയും കണ്ണിൽപ്പെടരുതെന്ന് ഇച്ഛാശക്തിയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട ഒരു 13 വയസ്സുകാരി എന്ന വിസ്മയത്തിനു കൂടിയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ഷഫീദ്. ഹഷ്മി, ഉറപ്പായിട്ടും അതായത് നമ്മളിപ്പോൾ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നെ ആരും കണ്ടുപിടിക്കേണ്ട, താൻ ആരുടെയും കണ്ണിൽപ്പെടേണ്ട എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് ആ കുട്ടി പോയിട്ടുള്ളതെങ്കിൽ കുട്ടിയെ കണ്ടുപിടിക്കുക അത് അത്യന്തം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കുട്ടി, അത് നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണമല്ല, പക്ഷേ പോലീസിനോട് നമ്മൾ 6 മണിക്കും സിറ്റി പോലീസിലെ ചിലരോട് സംസാരിക്കുമ്പോൾ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് തന്നെ സംസാരിക്കുമ്പോൾ അവർ ചില സംശയങ്ങൾ പറയുന്നുണ്ട്. ആ സംശയം ഇതാണ്, അതായത് ഈ പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം, നമ്മൾ ഈ പറയുന്ന മോശം അനുഭവം
ഞാൻ അന്ത കോഴ്സ് അത് പറഞ്ഞത് മറ്റൊന്നുമല്ല, ഒരുപക്ഷെ നിരന്തരം അടി കിട്ടാവുന്ന സാഹചര്യം. ഇപ്പോൾ നമുക്കൊക്കെ പലതരത്തിൽ ഈ വീട്ടിൽ നിന്ന് ഈ നമുക്ക് തെറ്റ് കാണിക്കുമ്പോൾ അങ്ങനെ ശിക്ഷാ നടപടികളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ അത് കിട്ടി ആ മനോവിഷമത്തിൽ കുറച്ച് നാളായി കുട്ടി ആലോചിച്ച് ചെയ്ത കാര്യമാണോ എന്നുള്ളൊരു സംശയം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച പെൺകുട്ടി പ്ലാൻഡ് ആണ്, പെൺകുട്ടിക്ക് യാത്ര ചെയ്ത് പരിചയമുണ്ട്. കാരണം അവർ അസമിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന യാത്ര എന്നതിനപ്പുറത്തേക്ക് അവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ നടത്തിയിട്ടുള്ള കുറച്ച് യാത്രകളുണ്ട്. ആ യാത്രാ ഹിസ്റ്ററി കൃത്യമായി മാതാപിതാക്കളോട് ചോദിച്ചറിയുക പോലീസിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ മൊമെന്റിൽ ആ വീട്ടുകാരെ അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പോലീസ് ശ്രമിക്കുന്നില്ല. പക്ഷേ പോലീസിനെ സംബന്ധിച്ച സംശയങ്ങൾ പലതുണ്ട്. അങ്ങനെ എന്തെങ്കിലും ദുരനുഭവങ്ങളുടെ പേരിലാണോ കുട്ടി കുട്ടി മുൻകൂട്ടി നിശ്ചയിച്ച് കുട്ടി വീട് വിട്ടിറങ്ങുക എന്നുള്ള ഉദ്ദേശം? ഉറപ്പായും അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയേക്കാം, ഇനി ആ വീട്ടിലേക്കില്ല എന്ന് തീരുമാനിക്കാൻ ഒരു 13 വയസ്സുകാരെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ ഉള്ള ഘടകം എന്താണ്? വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ പറയുന്ന മർദ്ദനത്തിനപ്പുറം പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? രണ്ട് കുട്ടികൾ തമ്മിലുള്ള തർക്കത്തിൽ ഈ കുട്ടിയെ ജസ്റ്റ് നമ്മ തല്ലി എന്ന അവരുടെ വാദം ശരിയാണോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടേക്ക് വരാനുള്ള. പക്ഷേ അതിലേറെ പ്രധാനം ഈ 13 വയസ്സുകാർ എന്തുകൊണ്ട് വീട് വിട്ടിറങ്ങിയതാണെങ്കിലും അത് പ്ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിലും ആ കുട്ടി സേഫാണ് എന്ന് ഉറപ്പിക്കൽ കേരളം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്വം ചുമതലയുമാണ്. അതിൻ്റെ പിന്നാലെ തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ മറ്റു വാർത്തകൾ ഇല്ലാതിരുന്നിട്ടില്ല. ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലടക്കം ഒരുപാട് വാർത്തകൾ വരുന്ന ദിവസമാണ്. അതിൽ തന്നെ ചർച്ചയിൽ നിൽക്കേണ്ട ദിവസമാണെങ്കിൽ കൂടിയും നമ്മൾ അതിന് പിന്നാലെ നിൽക്കുന്നത് 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് എന്തും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാതിരിക്കൽ ഉറപ്പാക്കൽ നമ്മുടെ കൂടി ഉത്തരവാദിത്വവും സാമൂഹ്യ ബാധ്യതയുമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രാത്രിയും ഈ പോയ രാത്രി നമ്മൾ ഇതിൽ തന്നെ നിന്നാണ് ഈ രാത്രിയും അതിൽ തന്നെ നിൽക്കാനുള്ള കാരണം. കുട്ടി ആന്ധ്രാപ്രദേശ് വിജയവാഡയിലാണെങ്കിലും ബംഗളൂരുവിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും ആ കുട്ടി സേഫാണ് എന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ അനിവാര്യത കൂടിയാണ്. അലക്സ് മുഹമ്മദ് കൂടി ചേരുന്നു. അലക്സ്, എന്തായാലും നാഗർകോവിൽ കേന്ദ്രീകരിച്ച് നടത്തിയ CCTV പരിശോധനയിലാണ് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കിട്ടുന്നത്. പിന്നെ അവിടെ നിന്ന് എന്താണ് ബാക്ക് ട്രാക്ക് ചെയ്യുക എന്നുള്ള അന്വേഷണത്തിലാണ് കന്യാകുമാരിയിലെ CCTV ദൃശ്യങ്ങൾ കൂടി കിട്ടുന്നത്. അലക്സ്, നാഗർകോവിൽ എത്തിയതിനു ശേഷം ഉണ്ടായ കേസിലെ വഴിത്തിരിവ് എന്തൊക്കെയാണ്? അലക്സ് മുഹമ്മദ്. ഹാഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഈ വാർത്ത കണ്ട് രാവിലെ 4 മണിയോടുകൂടി ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ നെയ്യാറ്റിൻകര സ്വദേശി ബബിതയുടെ നീക്കമായിരുന്നു. ബബിതയുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡിനാണ് ആദ്യം ഈ അന്വേഷണ സംഘം കൈയടിക്കേണ്ടത്. കാരണം കേരള പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ഈ 13 വയസ്സുകാരി തംസിത്ത എവിടെ ഉണ്ട് എന്ന് കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയായിരുന്നു. സത്യത്തിൽ പാലക്കാട് അടക്കമുള്ളിടത്ത് ഇന്നലെ രാത്രി നമ്മൾ അന്വേഷണം കണ്ടതാണ്. അതിൻ്റെ ദിശ ശരിയായ രീതിയിലേക്ക്, അതായത് തിരുവനന്തപുരത്തിന് തെക്കേക്ക് ആ ദിശ തിരിച്ചുവിട്ടത് ബബിതയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഫോട്ടോ കേന്ദ്രീകരിച്ച്, ആ ഫോട്ടോയിൽ ഈ 13 വയസ്സുകാരി ധരിച്ചിരുന്ന വസ്ത്രം കേന്ദ്രീകരിച്ച്, അവളുടെ ശരീരഭാഷ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ കുട്ടി എവിടെ ഉണ്ടാകുമെന്ന അനുമാനത്തിലേക്ക് കേരള പോലീസിനെ എത്തിച്ചതും ആ അന്വേഷണം പുരോഗമിക്കുന്നതും അങ്ങനെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാവിലെ ഈ വിവരം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ കന്യാകുമാരിയിൽ എത്തിയ കേരള പോലീസ് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ആകെ അരിച്ചുപറക്കി പരിശോധിച്ചിരുന്നു. ബീച്ച് റോഡിലും ബീച്ച് പരിസരത്തുമൊക്കെ പരിശോധന നടത്തിയിരുന്നു. 5-6 മണിക്കൂർ നീണ്ട പരിശോധന കേരള പോലീസ് അവിടെ അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടമെത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് രണ്ടാമത്തെ പോലീസ് സംഘം, കഴക്കൂട്ടത്തു നിന്നുള്ള പോലീസ് സംഘം പാറശാല മുതലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചു. കാരണം കുട്ടി പാറശാല എത്തിയെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അവിടെ ഈ ബബിതയുടെ കൂട്ടുകാരി നവ്യ അതുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയിട്ടുണ്ട്, കുട്ടിയെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞുള്ള സ്റ്റേഷനുകൾ, അത് കുഴിത്തുറ സ്റ്റേഷനുണ്ട്, ഇരണിയലുണ്ട്, ഒപ്പം നാഗർകോവിലുണ്ട്, അത് കഴിഞ്ഞ് കന്യാകുമാരിയുണ്ട്. ഈ സ്റ്റേഷനുകളിലെ പരിശോധന നടത്താൻ കേരള പോലീസ് തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈ കുഴിത്തുറയിലുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, ഇരണിയലിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അവിടെ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല, ദൃശ്യങ്ങളിലൊന്നും വ്യക്തമല്ല. അത് കഴിഞ്ഞ് നാഗർകോവിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നാഗർകോവിൽ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് എത്തുമ്പോഴും അവിടെ ഒരു പ്രധാനപ്പെട്ട ആശങ്ക നിലനിന്നിരുന്നു ഹാഷ്മി. കാരണം 48 CCTV ദൃശ്യങ്ങൾ ഈ 4 പ്ലാറ്റ്ഫോമുകളുള്ള നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൽ 46 പ്രവർത്തനക്ഷമമാണ്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അത് മാനുവലായി മാത്രം റെക്കോർഡ് ചെയ്യപ്പെടുന്ന CCTV ദൃശ്യങ്ങളാണെന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത് അങ്ങനെയാണ്. ഇന്നലെ ആ സമയത്തുള്ള ദൃശ്യങ്ങൾ മാനുവലായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ ദൃശ്യങ്ങൾ പതിയുക. അത് സംബന്ധിച്ചൊരു ആശങ്ക, ഒരു പ്രതിസന്ധി അപ്പോൾ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ ആ സമയത്തെ വിഷ്വലുകൾ റെക്കോർഡായിരുന്നു എന്നുള്ളതാണ് ആശ്വസിപ്പിക്കുന്ന കാര്യം. കേരള പോലീസിൻ്റെ സംഘം അവിടെ എത്തി പരിശോധന നടത്തി 3:06 മുതലുള്ള സമയത്ത് ആ കുട്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളമെടുത്തു പോകുന്ന ദൃശ്യങ്ങൾ കേരള പോലീസിന് ഏതെങ്കിലും തരത്തിൽ ആശങ്കയുള്ള രീതിയിലല്ല കുട്ടിയെ കാണപ്പെടുന്നത്. നമ്മൾ രാവിലെ ബബിത, ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ബബിതയെ കുറ്റപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത് രാവിലെ ഉണ്ടായ സംഭവമാണ്. ബബിതയ്ക്ക് ആ സമയത്തുണ്ടായ പ്രസൻസ് ഓഫ് മൈൻഡ് എടുത്തു പറയേണ്ടതാണ്. കാര്യം കേരള പോലീസിന് ഇതുവരെ കിട്ടിയ, നമ്മളുടെ കൊടികെട്ടിയ കേരള പോലീസിന് ഇതുവരെ കിട്ടിയ ഏക ലീഡ് എന്ന് പറഞ്ഞത് ഇത് മാത്രമാണ്. എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന, ഫോട്ടോയിൽ കാണുന്ന ബബിത എന്ന് പറയുന്ന ആ പെൺകുട്ടി രാത്രി 24 ന്യൂസ് കണ്ടുകൊണ്ടിരിക്കെ ഒരു സംശയത്തിലെടുത്ത ഒരൊറ്റ ചിത്രം മാത്രമാണ് ആകെ ലീഡ്. ആ ലീഡും പ്രകാരമാണ് കന്യാകുമാരി എന്നതിലേക്കും നാഗർകോവിൽ എന്നതിലേക്കും ഒക്കെ എത്തിയത് ഈ ഒരൊറ്റ ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ
അതല്ലാതെയുള്ള ഏതെങ്കിലും ഒരു ലീഡ് കിട്ടിയ കാര്യം നമുക്ക് ഇതുവരെ എന്തായാലും അറിയില്ല. പിന്നീടുള്ളത് നാഗർകോവിൽ ഒക്കെ നടത്തിയ CCTV പരിശോധനയിലാണ് കിട്ടിയത്. കേരള പോലീസിന്റെ പരിശ്രമത്തെ നമ്മൾ കുറച്ച് കാണുന്നതല്ല. ഞാൻ പറഞ്ഞത് പ്രവിധ അല്ല, ബബിത എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഇച്ഛാശക്തിയെയും ആ പെൺകുട്ടിയുടെ സതുദ്ദേശത്തെയും ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാണുന്നവരെ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള മറുപടി പറഞ്ഞതാണ്. അരുൺ പൂപ്പറമ്പൂർ ചേരുന്നു. അരുൺ, ഈ സഹോദരൻ എന്ന് പറയുന്ന വാഹിദിനെ നമ്മൾ രാവിലെ ഫോണിൽ വിളിച്ചിരുന്നതാണ്. വളരെ പതിഞ്ഞ ശബ്ദത്തിൽ സഹോദരിയോടുള്ള അദ്ദേഹത്തിന്റെ തിരോധാനത്തിൽ എനിക്ക് ഒന്നുമേ അറിയില്ല എന്ന് പറയുകയായിരുന്നു. വലിയ വേദനയോടുകൂടി സംസാരിക്കാൻ നമുക്ക് തോന്നിയിരുന്നു. അരുൺ പൂപ്പറമ്പ കാണാൻ ശ്രമിച്ചു ഈ വാഹിദിനെ. എന്തായിരുന്നു വാഹിദിന്റെ പ്രതികരണം അരുൺ? ഹാഷ്മി, വാഹിദിനെ നമ്മൾ ആദ്യമായി വിളിക്കുന്നത് രാവിലെയാണ്. രാവിലെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വാഹിദ് പറഞ്ഞത് ഇതിൽ കാണാതായതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അറിയില്ല, ആ കുട്ടി തന്നെ വിളിച്ചിട്ടില്ല, ആ സഹോദരി തന്നെ വിളിച്ചിട്ടില്ല എന്നതാണ് വാഹിദ് പറഞ്ഞത്. പോലീസ് വിളിച്ചിരുന്നു. പോലീസ് വിളിച്ച ഘട്ടത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തന്നെ ഫോണിൽ വിളിച്ചിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് തനിക്കൊന്നും അറിയില്ല എന്നതാണ് വാഹിദ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ നേരിൽ, അതായത് ബംഗളൂരു നഗരത്തിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് വാഹിദ് ജോലി ചെയ്യുന്നത്. അവിടെ നമുക്ക് നേരിട്ട് ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഇങ്ങോട്ട് വരരുത്, കാണാൻ സാധിക്കില്ല, ഇങ്ങോട്ട് വന്നാൽ എൻ്റെ ജോലിയെ ഉൾപ്പെടെ ബാധിക്കും എന്ന മറുപടിയാണ് നൽകിയത്. പക്ഷെ നമ്മൾ വാഹിദിനെ നേരിട്ട് കാണുന്നതിന് വേണ്ടി അവിടെ പോയി. അതിനുശേഷം അവിടെ പോയപ്പോൾ വാഹിദ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ജോലിയിൽ കയറിയിരുന്നില്ല എന്നതാണ് നമുക്ക് ആ ഹോട്ടലിൽ മറ്റ് അവിടുത്തെ ജീവനക്കാരും ആ ഉടമയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനുശേഷം വാഹിദിനെ ഒന്ന് വിളിക്കാമോ എന്ന് നമ്മൾ ചോദിച്ചു. അതിനുശേഷം നമ്മൾ പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ വാഹിദ് ഫോൺ എടുത്തിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരും അതോടൊപ്പം തന്നെ ആ ഹോട്ടലിൻ്റെ ഉടമയും വിളിച്ച ഘട്ടത്തിലാണ് വാഹിദ് വീണ്ടും ആ ഹോട്ടലിലേക്ക് കടന്നു വന്നത്. പക്ഷേ അവിടെ എത്തി ആദ്യം വന്നപ്പോൾ നമ്മോട് സംസാരിക്കാൻ ഒന്നും തയ്യാറായില്ല. വളരെ പെട്ടെന്ന് നമ്മളെ കണ്ട ഉടൻ തന്നെ വാഹിദ് മറ്റൊരു ബൈക്കിൽ കയറി അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരുപക്ഷെ എന്തെങ്കിലും പെട്ടെന്നുണ്ടായ പാനിക്, ഇങ്ങനെ നിരന്തരമായി ഫോൺ കോളൊക്കെ വന്നതിൻ്റെ പാനിക്കാണ് എന്നതാണ് നമ്മൾ ആ ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ പോലീസ് ഈ വാഹിദുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ കുട്ടി വാഹിദിന്റെ അടുത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു എന്ന കാര്യത്തിൽ കൂടി അരുൺ, ഇപ്പോൾ വാഹിദ് നമ്മൾ വിളിക്കുമ്പോൾ ജോലിയിലാണെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വാഹിദ് ഒന്ന് ലീവാണല്ലേ? വാഹിദ് ഒന്ന് ജോലിയിൽ കയറിയിട്ടില്ല, വാഹിദ് ഒന്ന് ഫ്രീ ആയി നിൽപ്പുണ്ട് അവിടെ. ആഷ്മി, എന്തായാലും രാവിലെ വിളിച്ച ഘട്ടത്തിൽ ജോലിയിലാണെന്ന് പറഞ്ഞത് അതെന്തായാലും ശരിയല്ല. വാഹിദ് ആ ഘട്ടത്തിൽ എന്തായാലും ആ ഹോട്ടലിൽ ഉണ്ടായിരുന്നില്ല, നമ്മൾ നേരിട്ട് പോയി സ്ഥിരീകരിച്ചതാണ്. അതിനുശേഷം വാഹിദ് പിന്നീട് ഇപ്പോൾ നമ്മൾ ഒടുവിലായി ലഭിക്കുന്ന വിവരം, നമ്മൾ അവിടെ നിന്നുള്ളവരെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ വാഹിദ് ആ ഹോട്ടലിൽ ഇപ്പോൾ വൈകിട്ടോടെ, അതായത് 3 മണിക്ക് ശേഷം 4 മണിയോടെ വീണ്ടും ജോലിയിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുലർച്ചെ വരെ അവിടെ ജോലി എടുക്കും എന്നതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കിയിട്ട്. എന്തായാലും വാഹിദ് ഇന്ന് ഉച്ചക്ക് 3 മണി വരെ എന്തായാലും നിലവിൽ ഇപ്പോൾ സ്ഥിരമായ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ ഇന്ന് പണിയെടുത്തിരുന്നില്ല എന്ന് നമ്മൾ സ്ഥിരീകരിച്ചതാണ്. പക്ഷേ രാവിലെ വിളിച്ച ഘട്ടത്തിൽ എല്ലാവരും വിളിച്ച ഘട്ടത്തിൽ വാഹിദ് പറഞ്ഞത് പണിയുടെ തിരക്കിലാണ്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വാഹിദ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വാഹിദിന്റെ മറ്റ് വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടി വാഹിദിന്റെ അടുത്തേക്ക് എത്താനോ അല്ലെങ്കിൽ വാഹിദിന് ഇത് സംബന്ധിച്ച് നമ്മോട് മറച്ചു വെക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന സംബന്ധിച്ചിട്ടുള്ള പരിശോധനയും അന്വേഷണവും നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വാഹിദ് പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. വാഹിദ് ഇന്ന് ജോലിയിൽ ആയിരുന്നു നമ്മോട് പറയുന്നുണ്ട്. രാവിലെ അരുൺ പൂപ്പറം വിളിക്കുമ്പോഴും ജോലി തിരക്കായത് കാരണം കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല എന്ന് അരുൺ പൂപ്പറം വാഹിദിന് അടുത്തേക്ക് എത്തിയതാണ്. പെട്ടെന്ന് അവിടുന്ന് എസ്കേപ്പ് ആവുകയായിരുന്നു വാഹിദ് ചെയ്ത്. അപ്പോൾ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണോ, അതോ ഈ പറയുന്ന ഒരു പാവം കുട്ടി അതിൻ്റെ പാനിക്ക് സഹോദരി നഷ്ടമാകുന്ന തിരോധാനമാണ്, അതിൻ്റെ ആശങ്ക കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഞാൻ ജോലിയിൽ നിൽക്കുന്നു, അതുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന് അരുൺ പൂപ്പറമ്പയോട് പറഞ്ഞതും രാവിലെ നമ്മളോട് പറഞ്ഞതും അങ്ങനെയല്ല. ഇന്ന് വാഹിദ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഈ 2 സഹോദരിമാരാണ് എന്നാണ് കരുതിയിരുന്നത്. പിന്നീട് പോലീസാണ് ഇങ്ങനൊരു സഹോദരനെ കുറിച്ച് അറിയുന്നതും ഇവരുടെ വീട്ടിൽ പോയി കഴക്കൂട്ടത്തുള്ള ഇവരുടെ വീട്ടിൽ പോയി ഇങ്ങനൊരു സഹോദരൻ്റെ വിവരങ്ങൾ ആരായുന്നതും ഈ സഹോദരൻ്റെ ഫോൺ നമ്പർ അടക്കം ശേഖരിക്കുന്നത് പോലീസാണ്. അപ്പോൾ ഈ കുട്ടി സഹോദരൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടാവുന്ന സംശയം നേരത്തെ പോലീസിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം നമുക്കറിയാം. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ, നേരത്തെ ആ സ്ക്രീനിൽ കണ്ട ഒന്നുകൂടെ പ്ലേ ആവോ? നേരത്തെ സ്ക്രീനിൽ കണ്ടത് ഈ 12-507 എന്ന് പറഞ്ഞ അരോണ എക്സ്പ്രസിൻ്റെ ട്രാവൽ പാത്താണ്. അതിപ്പോൾ വിജയനഗരം ജംഗ്ഷൻ കഴിഞ്ഞു, അത് വിശാഖപട്ടണം കഴിഞ്ഞു, രാജ്മുന്ദ്രി കഴിഞ്ഞ് ഇപ്പോൾ രാജ്മുന്ദ്രി കഴിഞ്ഞ് വിജയവാഡയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ
രാജ്മുന്ദ്രി സ്റ്റേഷനിൽ നിന്ന് അത് വിജയവാഡയിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ആ ട്രാവൽ പാത്താണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷെ വിജയവാഡ ജംഗ്ഷനിൽ ഈ അരോണ എക്സ്പ്രസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സംശയം. വിജയവാഡ ജംഗ്ഷനിൽ കുട്ടി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈദരാബാദ് പോലീസിന്റെ ഹൈദരാബാദ് സഹായമൊക്കെ കേരള പോലീസ് തേടിയിട്ടുണ്ട്. അവിടെ വിജയവാഡ പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. അവിടെ വിജയവാഡ പോലീസിന് ഒരു സംഘം ഉണ്ടാകുമോ, ടീം ഉണ്ടാകുമോ എന്ന കാര്യമൊന്നും അറിയില്ല. ഈ കുട്ടി എസ് വിജയകുമാർ ഈ കുട്ടി അങ്ങനെ പോലീസിനെ കണ്ണിൽപ്പെടാതെ എസ്കേപ്പ് ചെയ്യാൻ കഴിവുള്ള കുട്ടിയാണെങ്കിൽ നമുക്കറിയില്ല. നമുക്ക് രാവിലെ മുതൽ നമ്മൾ കരുതിയത് കേവലം 40 രൂപ മാത്രം കയ്യിലുള്ള ഒരൊറ്റ വാശയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി പുറപ്പെട്ട മറ്റ് ലോകവിവരങ്ങളില്ലാത്ത, ആകെ അസമിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് മാത്രം 1 മാസം മുമ്പ് പരിചയമുള്ള, കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവം കുഞ്ഞ് എന്നുള്ളതാണ് നമ്മൾ കരുതിയതെങ്കിൽ, വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കുട്ടി ഒറ്റയ്ക്ക് ചെന്നൈയിൽ വരെ എത്തിയെങ്കിൽ അത്ര പാവം കുട്ടിയല്ല. അതിനാൽ അത്യാവശ്യം കരുത്തും അത്യാവശ്യം കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന എഫിഷ്യൻസിയുള്ള, ഞാൻ നല്ല അർത്ഥത്തിൽ തന്നെ പറയുകയാണ്, കാര്യങ്ങൾ നടത്താൻ എഫിഷ്യൻസിയുള്ള കുട്ടിയാണ്. മാത്രമല്ല ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴൊക്കെ കുട്ടി ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തി, ഈ ചിത്രങ്ങളടക്കം ബബിത പകർത്തി ചിത്രത്തിലടക്കം കാണുമ്പോഴും ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ പരിഭ്രാന്തി ഉള്ള കുട്ടിയെ കാണപ്പെടുന്നു. പക്ഷേ ബബിത കരഞ്ഞ കാര്യം പറയുന്നുണ്ടെങ്കിൽ കൂടിയും അത് കഴിഞ്ഞ CCTV ദൃശ്യങ്ങളടക്കം തീവണ്ടിയിൽ നിറങ്ങി കുപ്പിയിൽ വെള്ളം ശേഖരിച്ച് തിരികെ തീവണ്ടിയിൽ കയറുന്നതും തീവണ്ടിയിൽ നിറങ്ങുന്നതും ഒക്കെ ദൃശ്യങ്ങളൊന്നും ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ പാനിക്കായതായി നമ്മൾ ആ ദൃശ്യങ്ങൾ പ്രകടമല്ല. മനസ്സ് നമുക്കറിയില്ല. വിജയകുമാർ അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ ഈ രാജ്മുന്ദ്രിയിൽ നിന്നതായി ഈ തീവണ്ടി വിജയവാഡയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെയും പോലീസ് സംഘം കാത്തിരിപ്പുണ്ടെങ്കിൽ പോലീസിന്റെ കാണാമറയത്തേക്ക് മറഞ്ഞു നിൽക്കാൻ കുട്ടിക്ക് കഴിയും. വിജയകുമാർ, ഹാഷ്മി, ഈ ചെന്നൈയിലേക്ക്, അതായത് ചെന്നൈ എഗ്മോർ ആ സ്റ്റേഷനിലേക്ക് ഈ കുട്ടി യാത്ര ചെയ്ത ട്രെയിൻ എത്തിയത് രാവിലെ 6:33 അത് റെയിൽവേയുടെ ടൈം ടേബിൾ അനുസരിച്ച് 6:33 ചെന്നൈ എഗ്മോറിൽ ഈ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അവിടെ നിന്ന് ഗുവാഹട്ടിയിലേക്കോ നോർത്ത് ഈസ്റ്റിലേക്കോ ട്രെയിനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബംഗളൂരുവിലേക്ക് അവിടെ നിന്ന് 2-3 ട്രെയിനുകൾ അടുത്ത മണിക്കൂറുകൾ ഏതാണ്ട് 11:30 വരെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ അതിന് അടുത്ത് ഏതാണ്ട് ഈ എഗ്മോറിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ അപ്പുറത്തുള്ള പേരമ്പൂരിൽ നിന്ന് 9:15 ഈ അരോണ എക്സ്പ്രസ് പുറപ്പെട്ടിട്ടുണ്ട്. അതായത് ചെന്നൈ എഗ്മോറിൽ നിന്ന് 8 കിലോമീറ്റർ യാത്ര ചെയ്താലേ ഈ സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയൂ. നമുക്കറിയാം അതിൽ ബസ്സിന് പോകാൻ പറ്റുന്ന ദൂരമേ ഉള്ളൂ. ബസ്സിന് അവിടെ സ്ത്രീ യാത്രക്കാർക്ക് പൈസ കൊടുക്കാതെ ബസ്സിൽ യാത്ര ചെയ്യാം ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ. അതുകൊണ്ട് ആ സേവനം ആ കുട്ടി ഉപയോഗപ്പെടുത്തി വേണമെങ്കിൽ ഈ പെരമ്പൂരിലെത്തി അവിടെ നിന്ന് അരോണ എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ ഇപ്പോൾ അത് വിജയവാഡയിലേക്ക് അടുക്കുന്നുണ്ട്, വിജയവാഡയിലേക്ക് എത്താൻ പോവുകയാണ്. വിജയവാഡ നമുക്കറിയാം വലിയൊരു സ്റ്റേഷനാണ്, ധാരാളം ട്രെയിനുകൾ വരുന്ന ഒരു വലിയ സ്റ്റേഷനാണ്. ഒട്ടുമിക്ക ട്രെയിനുകളും ഏതാണ്ട് ഒരു 10 മിനിറ്റോളം അവിടെ സ്റ്റോപ്പുണ്ട്. അതിനുശേഷമേ അവിടെ ഒന്ന് പോകാറുള്ളൂ. കാരണം പല ട്രെയിനുകളും കൂടുതൽ വെള്ളമൊക്കെ നിറയ്ക്കുന്നത്, അതിൻ്റെ കുടിവെള്ളമൊക്കെ നിറയ്ക്കുന്നത്, ഭക്ഷണമൊക്കെ കയറ്റുന്നതൊക്കെ വിജയവാഡ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പോൾ വിജയവാഡ ഒരു വലിയ, നമ്മൾ ഈ ഷൊർണൂർ ജംഗ്ഷൻ എന്നൊക്കെ പറയാറുള്ളത് പോലെ ഒരു വലിയ സ്റ്റേഷനാണ് വിജയവാഡ. അപ്പോൾ ആ സ്റ്റേഷനിലേക്കാണ് ആ ട്രെയിൻ എത്തുന്നത്. ഇപ്പോൾ ഈ കുട്ടി ആ ട്രെയിനിൽ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ ചെന്നൈയിൽ ഇറങ്ങിയ ശേഷം എവിടേക്ക് പോയി എനിക്ക് തോന്നുന്നു ആ തീവണ്ടിയിലുള്ള യാത്രക്കാരനായിരുന്നു വന്ദീപ് ചേരാൽ എന്ന് പറഞ്ഞ പ്രേക്ഷകർ പറയുന്നു. അരോണ എക്സ്പ്രസ് രാജമുന്ദ്രി എത്തി ജസ്റ്റ് നൗ എന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ആ തീവണ്ടിയിലുള്ള ആളായിരിക്കും. ആ തീവണ്ടിയിലുള്ള ആളാണെങ്കിൽ ഒരു പക്ഷേ ആ തീവണ്ടിയുടെ വന്ദീപിനോട് അഭ്യർത്ഥിക്കുന്നത് ആ തീവണ്ടിയുടെ കൃത്യമായ യാത്രാപഥം ഒന്ന് കമന്റ് ബോക്സിൽ അല്ലാതെയോ പറഞ്ഞു തരാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ ട്രാവൽ പാത്തിൽ കാണുന്ന രാജമുന്ദ്രിയിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നിങ്ങൾ ചിലപ്പോൾ ഈ ട്രാവൽ പാത്ത് അത്തരത്തിൽ ചെറിയ തോതിൽ ഒരു പിഴവ് സംഭവിക്കാറുണ്ട്. രാജമുന്ദ്രിയിൽ ഇപ്പോൾ ജസ്റ്റ് എത്തി എന്നുള്ളതാണ് വന്ദീപ് ചേരാൽ പറഞ്ഞത്. വന്ദീപിൽ നിന്ന് പറയാൻ കഴിയും. രാജമുന്ദ്രിയിൽ നിന്ന് വിജയവാഡ വരെയുള്ള ദൂരം എത്രയാണെന്ന് ഒരു പക്ഷേ നമ്മുടെ വന്ദീപിൽ തന്നെ പറഞ്ഞു തരാൻ കഴിയും. വിജയകുമാർ, നമ്മൾ പറഞ്ഞു വന്നത് ഈ തീവണ്ടിയിൽ ഉണ്ട് എന്ന കാര്യം ഇപ്പോഴും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല ഹാഷ്മി. ഈ തീവണ്ടിയിൽ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചൊരു സാധ്യതയാണ് കുട്ടിയെ കണ്ടെത്താൻ. വിജയവാഡ എന്നത് ഒരു പ്രധാനപ്പെട്ട സാധ്യതയായി നമ്മളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. കേരള പോലീസ് ആ സന്ദേശം റെയിൽവേ പോലീസിനും അല്ലെങ്കിൽ ലോക്കൽ പോലീസിനും കൈമാറുകയാണെങ്കിൽ, ഇതിനോടകം കൈമാറിയിട്ടുണ്ട് നമുക്കറിയാം. ഇപ്പോൾ RPF തന്നെയാണ് ചെന്നൈയിലെ CCTV പരിശോധിച്ച് അവിടെ എത്തിയെന്നും സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിജയവാഡയിൽ നിന്ന് ആ ട്രെയിനിൽ ഒരു വിശദമായ പരിശോധന നടത്താൻ കഴിയും. ഇനിയിപ്പോൾ വേണമെങ്കിൽ കൂടുതൽ സമയം ആ ട്രെയിൻ അവിടെ പിടിച്ചിട്ടൊരു പരിശോധനയ്ക്ക് പോലും സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇത്തരം ഒരു മിസ്സിംഗ് കേസിൽ ഒരു കുട്ടി അതിലുണ്ടെന്ന് ഉറപ്പിച്ചാൽ. പക്ഷേ അവിടെയും പ്രശ്നം, അവിടേക്ക് ഈ കുട്ടി എത്തിയിട്ടുണ്ടോ എന്നതിൽ ഒരു വ്യക്തത, ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ എന്നതിലൊരു വ്യക്തതയില്ല. കാരണം എഗ്മോറിലല്ല ഈ ട്രെയിൻ വരുന്നത്. എഗ്മോറിലേക്ക് വരാതെ തിരിഞ്ഞു പോകുന്നതാണ്, ഈ പെരമ്പൂരിൽ നിന്ന് പോകുന്നതാണ് ആ ട്രെയിൻ. അപ്പോൾ അതുകൊണ്ട് എഗ്മോറിൽ വരാത്ത ട്രെയിനിലേക്ക് കുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അതൊരു ആസൂത്രിത യാത്ര തന്നെയാണ്. കാരണം എഗ്മോറിൽ ഇറങ്ങുന്നു, അവിടെ നിന്ന് ഈ ട്രെയിൻ വരുന്ന സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്യുന്നു, അവിടെ നിന്ന് ഈ ട്രെയിൻ പിടിക്കുന്നു, അങ്ങനെ ഗുവാഹട്ടിയിലേക്ക് പോകുന്നു. അതാണ് ഒരു സാധ്യത. മറ്റൊന്ന്,
ഈ കുട്ടി സഹോദരൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ബംഗളൂരുവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് എഗ്മോറിൽ നിന്ന് തന്നെ ബംഗളൂരുവിലേക്ക് പോകാൻ കഴിയും. അതിനുള്ള സമയമുണ്ടായിരുന്നു. അതിനുള്ള ട്രെയിനുകളും ഈ എഗ്മോറിൽ ആ സമയത്തോ അതിനുശേഷവും ഒക്കെ ഉണ്ടായിരുന്നു. ചെന്നൈയിൽ എഗ്മോറിൽ നിന്ന് ബംഗളൂരുവിലേക്ക് നിരവധി ട്രെയിനുകൾ ഉണ്ടായിരുന്നു. രാവിലെ സമയങ്ങളിൽ ഉച്ചവരെ നിരവധി ട്രെയിനുകൾ ഉണ്ടായിരുന്നു. അതിലേതെങ്കിലും ഒന്നിൽ കയറി അതിന് സഹോദരൻ്റെ അടുത്തേക്ക് പോകാൻ രണ്ട് സാധ്യത സജീവമായി ഈ 13-കാരിയുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തായാലും ഹാഷ്മി, ആ കുട്ടി ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച് നടത്തിയ യാത്രയാണ് എന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന കന്യാകുമാരിയിൽ ആ ട്രെയിൻ തന്നെ ഇരുന്ന് ചെന്നൈയിലേക്ക് എത്തുന്നു, എഗ്മോറിൽ ഇറങ്ങുന്നു, എഗ്മോറിൽ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഒരു കാര്യമുള്ളത്, പരമാവധി സ്റ്റേഷനിൽ വെള്ളമെടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുകയും തിരികെ ട്രെയിനിൽ തന്നെ വേഗത്തിൽ കയറുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ഐലൻഡ് എക്സ്പ്രസ് യഥാർത്ഥത്തിൽ കന്യാകുമാരിയിൽ യാത്ര അവസാനിപ്പിക്കുകയാണ്. ആ ട്രെയിൻ വേറൊരു പേരിലാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ട്രെയിനിൽ തന്നെ കുട്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഏതാണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വളരെ വേഗത്തിൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം നിറച്ച് വീണ്ടും ആ ട്രെയിനിൽ തന്നെ കയറിയിരിക്കുകയാണ്. അപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയോ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് സംശയം തോന്നുന്നതോ തരത്തിലോ പെരുമാറാതെ ആ ട്രെയിനിൽ തന്നെ കുട്ടി തുടരുന്നുണ്ട്. അപ്പോൾ അധികം ആരുടെയും കണ്ണിൽപ്പെടാതെ ഏതെങ്കിലും സംശയം തോന്നാതെ തന്നെയാണ് 13 വയസ്സുള്ള കുട്ടി ചെന്നൈ വരെ എത്തിയതെന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഭവിതയുടെ ഫോൺ ചിത്രം എടുക്കുന്ന സമയത്ത് ഒട്ടും ഇഷ്ടപ്പെടാതെ തന്നെയാണ് അതിൽ ഒരു നോട്ടം. ബോൾഡാണെന്ന് അതൊരു തർക്കം അക്കാര്യത്തിലില്ല. എന്തായാലും 13 വയസ്സുള്ള പാവം കുഞ്ഞല്ല അത് കുറച്ച് ഞാൻ എപ്പോഴും പറയും, നല്ല അർത്ഥത്തിൽ തന്നെ പറയുന്നതാണ്. എൻ്റെ വ്യക്തിപരമായ നിലപാടിൽ കുട്ടികൾ അങ്ങനെ ബോൾഡായി തന്നെ വളരണം എന്ന വ്യക്തിയുടെ നിലപാടുള്ള ആളാണ് ഞാൻ. എന്തായാലും ആ കുട്ടി ബോൾഡാണ്. ചിത്രമെടുക്കുന്നത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരുപക്ഷെ ആ ചിത്രമെടുക്കുന്നത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്ന സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത സ്റ്റേഷനിൽ ആ കുട്ടി അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയിട്ടില്ല. ആ കുട്ടി ഇവരുടെ ഒന്നും കണ്ണിൽപ്പെടാതെ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന എല്ലാ സ്റ്റേഷനിലും കയറി പരിശോധിക്കുന്ന പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെ വളരെ സുരക്ഷിതയായി തന്നെ ചെന്നൈയിലേക്ക് എത്തി എന്നാണ് കരുതേണ്ടത്. എഗ്മോറിൽ ഇറങ്ങി എന്നിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. എഗ്മോറിൽ കുട്ടി ചെന്നൈ എഗ്മോറിൽ എത്തിയെന്ന് സ്ഥിരീകരിക്കുന്നു. CCTV ദൃശ്യങ്ങൾ RPF പരിശോധിക്കുകയാണ്. എവിടേക്ക് പോയെന്നത് പരിശോധിക്കുന്നു. എഗ്മോറിൽ നിന്നും ഗുവാഹത്തിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടോ എന്നൊരു സംശയം കൂടി ചില പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് വഴി എങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. ഇപ്പോൾ പോലീസിൻ്റെ കയ്യിലുള്ള വിവരം ഈ പറയുന്ന അരോണ എക്സ്പ്രസ് എന്ന് പറയുന്ന എക്സ്പ്രസ്സാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്നലെ രാത്രി പാലക്കാട് അവിടെ നിർത്തി പരിശോധിച്ചത് അരോണ എക്സ്പ്രസ് എന്നുള്ള ഒരു തീവണ്ടി ഇന്നലെ രാത്രി. അതേ ട്രെയിൻ തന്നെ ആവാൻ ഈ ട്രെയിൻ വഴിയില്ല. കാര്യം അത് വേറെ റൂട്ടാണെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും അതൊന്നുകൂടി നോക്കണം. എന്തായാലും ഇന്നലെ രാത്രി പാലക്കാട് നിർത്തി പരിശോധിച്ച ട്രെയിൻ അരോണ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പാലക്കാട് കുട്ടിയെ കണ്ടെത്തിയെന്നൊരു സൂചന ആ സമയത്ത് വന്നിരുന്നു. അപ്പോൾ പാലക്കാട് ഈ അരോണ എക്സ്പ്രസ്സിൽ തന്നെയാണ് ഈ ട്രെയിനിൻ്റെ പേരിൻ്റെ സമാനത കൊണ്ട് വന്ന വാർത്തയാണോ എന്ന് അറിയില്ല. എന്തായാലും അതിലടക്കം കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. എന്തായാലും ഒരു കാര്യം പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് യാത്ര മുൻ പ്ലാൻ പ്രകാരമാണോ എന്ന് തന്നെ പോലീസ് ഇപ്പോൾ കൃത്യമായി സംശയിക്കുകയാണ്. തസ്മിത് തംസിന് യാത്ര ചെയ്യാൻ കൃത്യമായ നിർദ്ദേശം ലഭിച്ചോ എന്നിപ്പോൾ പോലീസ് സംശയിക്കുകയാണ്. തസ്മിത് തംസിൻ്റെ സഹോദരനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ സഹോദരനും അന്വേഷണ പരിധിയിലുണ്ട് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. സഹോദരനും തസ്മിത്തും തമ്മിൽ ഫോണിൽ നേരത്തെ ബന്ധപ്പെട്ടിരുന്നോ എന്നതും ഇപ്പോൾ പരിശോധിക്കും. നമ്മളോട് ഈ സഹോദരൻ വാഹിദ് നേരത്തെ പറഞ്ഞത് 7 നാൾക്ക് മുമ്പ് മാത്രമാണ് തസ്മിത്തുമായി ഏറ്റവും ഒടുവിൽ ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം ഫോൺ വിളിയൊന്നും അങ്ങനെ ഇല്ല. കുട്ടിയുടെ ചിത്രമൊന്നും അദ്ദേഹത്തിൻ്റെ ഫോൺ, നമ്മളപ്പോൾ ഏതെങ്കിലും അഡീഷണൽ ചിത്രങ്ങൾ കയ്യിലുണ്ടോ, കാര്യം ഇത് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത്തരത്തിൽ വേറെ ചിത്രങ്ങളൊന്നുമില്ല എന്നാണ് വാഹിദ് പറഞ്ഞത്. ഫോൺ വിളിയേ ഇല്ല, 7 ദിവസം മുമ്പ് ഒന്ന് വിളിച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വെച്ചതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല എന്നിപ്പോൾ പോലീസ് സംശയിക്കുകയാണ്. സഹോദരനും തസ്മിത്തും തമ്മിൽ ഫോണിൽ നേരത്തെ ബന്ധപ്പെട്ടിരുന്നു, ഏത് നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള പ്ലാൻ ഉണ്ടോ, ആ പ്ലാൻ പ്രകാരം സഹോദരനും അതിൽ പങ്കാളിയാണോ എന്ന് പറഞ്ഞാൽ ഒരു നല്ല അർത്ഥത്തിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കുട്ടിയെ വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ അനിയത്തെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടു പോവുക, വീട്ടിൽ നിന്ന് മാറ്റുക എന്ന നല്ല ഉദ്ദേശത്തിൽ തന്നെ ആ സഹോദരൻ പെരുമാറിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അന്വേഷണ പരിധിയിലേക്ക് വരികയാണ്. ഹരികൃഷ്ണൻ ചേരുന്നു. ഹരി, എന്താണ് ഇത് കൃത്യമായ പ്ലാനിംഗ് ആണെന്ന് മാത്രമല്ല, ഈ സഞ്ചാരപാതത്തിന് അല്ലെങ്കിൽ പോലീസിൻ്റെ കണ്ണുവെട്ടിക്കാനൊക്കെ കൃത്യമായൊരു നിർദ്ദേശം കൃത്യസമയങ്ങളിൽ തസ്മിത്തിന് കിട്ടുന്നുണ്ടോ എന്നുകൂടി പോലീസ് സംശയിക്കുകയാണ് ഇപ്പോൾ. ഹാഷ്മി, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് ഒരു 13 വയസ്സുകാരിയുടെ യാത്ര അത് വളരെ കൃത്യമായി മുൻകൂട്ടി പ്ലാൻ ചെയ്ത രീതിയിലാണോ എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സംശയം എന്നുള്ളത്, ഈ 13 വയസ്സുകാരി എങ്ങനെയാണ് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഷ മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന, അത്തരത്തിൽ ആൾക്കാരോട് ഇടപഴകാത്ത, സംസാരിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ചെന്നൈ വരെ എത്തിയെന്നുള്ളതാണ്. അതിൽ പോലീസ് സംശയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവർ 20 ദിവസം മാത്രമേ ഈ കേരളത്തിൽ എത്തിയിട്ട്
20 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഇവരുടെ ജന്മനാട്ടിലായിരുന്നു. അവിടങ്ങളിൽ ഇങ്ങനെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു കുട്ടി ആയിരിക്കാം എന്നുള്ള ഒരു സംശയത്തിലാണ്. ഏതായാലും ഈ തരത്തിൽ ഈ അസമിലുള്ള ഇവരുടെ ഈ ഫാമിലി, അതായത് ഇവരുടെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടും ഈ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരള പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ചെന്നൈയിലെത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും അവർക്ക് ലഭിക്കുന്ന ഒരു, അല്ലെങ്കിൽ ചെന്നൈയിലെത്തി എന്നുള്ളതാണ് സ്ഥിരീകരണം എന്ന് പറയുന്നത്. അവിടേക്ക് ഒരു 5 അംഗ സംഘം അന്വേഷണത്തിനായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പല സംഘങ്ങളായി, അതായത് ഈ അസമിലും ഇതേപോലെ ആവശ്യമെങ്കിൽ ഒരു 5 അംഗ സംഘത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിടാൻ ഉള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മോട്ടീവ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുട്ടിയെ കാണാതായി എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്മയുമായി വഴക്കിട്ടത് കൊണ്ടാണ് എന്നുള്ളതാണ്. അമ്മയുമായി നിരന്തരം വഴക്കിടാറുള്ള കുട്ടിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഈ അനിയത്തിമാരുമായൊക്കെ അല്ലെങ്കിൽ ഈ സഹോദരങ്ങളുമായൊക്കെ അടികൂടാറുണ്ടായിരുന്നു, അത്തരത്തിൽ വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചേട്ടനോട് കുറച്ചധികം സ്നേഹമുണ്ടായിരുന്നു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് സംശയിക്കുന്നത് അങ്ങോട്ടേക്ക്, അതായത് ഈ ബംഗളൂരുവിലേക്ക് ഈ കുട്ടി പോകാനുള്ള സാധ്യത അതൊട്ടും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു യാത്രാപഥം അല്ലെങ്കിൽ ഒരു സഞ്ചാരപഥം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ്. ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത് എന്നുള്ളത് CCTV ദൃശ്യങ്ങളാണ്. ഇന്നലെ ഈ കഴക്കൂട്ടം ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ തമ്പാനൂർ ഭാഗത്തു നിന്നും ഉൾപ്പെടെ അതിനുശേഷം നാഗർകോവിലിൽ നിന്നും ഇന്ന് കിട്ടിയ ഈ CCTV ദൃശ്യങ്ങൾ, കന്യാകുമാരിയിൽ നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങൾ, ഇതൊക്കെയും ഒരു ബ്രേക്കിംഗ് പോയിന്റായി ഈ അന്വേഷണത്തിൽ ഒരു ബ്രേക്കിംഗ് പോയിന്റായി മാറി എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. എന്തായാലും അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ കുട്ടിക്ക് പോലീസ് അന്വേഷിക്കുകയാണ്. എന്തായാലും ഒരു പ്രേക്ഷകനോട് പറയുന്നുണ്ട്, ഇന്നലെ പരിശോധിച്ചത് ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ആണെന്ന് പറയുന്നു. അല്ല, ഇന്നലെ പരിശോധിച്ചത് ഈ പറയുന്ന അരുണ എക്സ്പ്രസ് തന്നെയാണ് രാത്രി പരിശോധിച്ചത്. പക്ഷേ അത് ഈ തീവണ്ടി, ഈ സെയിം തീവണ്ടി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ മാത്രം സംശയമുള്ളൂ. പക്ഷേ അരുണ എക്സ്പ്രസ് രാത്രി പരിശോധിച്ച എന്ന കാര്യത്തിൽ ഒരു തർക്കം അക്കാര്യത്തിലില്ല. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് പാലക്കാട് വഴി കടന്നുപോയ സമയത്ത് തീവണ്ടി അവിടെ നിർത്തിയിട്ട് പരിശോധിച്ച സമയത്തൊക്കെ കുട്ടി ഈ തീവണ്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലീസിന്റെ പരിശോധനയ്ക്ക് എന്തായിരുന്നു എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. റിട്ടയർഡ് SP ശ്രീ ജോർജ് ജോസഫ് സാർ കൂടി ചേരും. അതിനു മുമ്പ് ഞാൻ അരുൺരാജിലേക്ക് ഒന്ന് പോകുന്നു. അരുൺ എന്തായാലും കേവലം 19 വയസ്സ് മൊത്തം പ്രായമുള്ള, നമ്മൾ ഇതുവരെ കേട്ട പ്രകാരം കാര്യമായി എന്താണ് എട്ടും പൊട്ടും അറിയാത്ത ഒരു കുട്ടിക്ക് ഒറ്റയ്ക്ക് 40 രൂപ ചെന്നൈയിലേക്ക് എത്താൻ സാധ്യമല്ല. ഈ കുട്ടിയുടെ കയ്യിൽ ഫോണില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. അത് ശരിയാണോ എന്നറിയില്ല. പോലീസിന് അറിയാത്ത ഒരു ഫോൺ നമ്പറിൽ ഒരു ഫോൺ കയ്യിൽ കരുതുക വലിയ പ്രയാസമൊന്നുമല്ലല്ലോ. ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പോലീസ് സംശയിക്കുകയാണോ അരുൺരാജ്? തീർച്ചയായും ഹാഷ്മി, ഇതിനകത്ത് പോലീസിന് മുൻപിലേക്ക് എത്തുന്ന ചില സംശയങ്ങൾ ഇങ്ങനെയാണ്. കാരണം ഈ വീട്ടുകാർ ആദ്യം മുതൽ തന്നെ നൽകിയ മൊഴികളിൽ ചില അവ്യക്തതകൾ, അത് വ്യക്തത കുറവുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇഘട്ടത്തിൽ ഉറപ്പിക്കുന്നത്. ആ വ്യക്തത കുറവിനെ തേടിയാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പരിശോധന ആരംഭിച്ചത്. ഈ പരിശോധനയിൽ തുടങ്ങിയാണ് പോലീസ് പറയുന്നത് ഈ കുട്ടിക്ക് ചില നിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടി ഇത്തരത്തിലൊരു യാത്ര പ്ലാൻ ചെയ്ത് നടപ്പാക്കുകയില്ല എന്നുള്ളതാണ്. കാരണം തൊട്ടടുത്ത് കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് കയറാതെ കഴക്കൂട്ടത്ത് തന്നെ ഈ ട്രെയിനിൽ തന്നെ കുട്ടി കയറാൻ ഇടയായ സാഹചര്യം, അത് കൃത്യമായി ഈ കുട്ടിയെ ആരോ വിളിച്ച് കൃത്യമായി നിർദ്ദേശം നൽകിയിരുന്നു. അത് സഹോദരനാണോ എന്ന സംശയമാണ് ഇപ്പോൾ നിലവിൽ പോലീസിനുള്ളത്. ആ സംശയത്തിൽ തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. സഹോദരന്റെ CDR അടക്കം എടുത്തുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. കാരണം ഒരു നിർദ്ദേശം കുട്ടി കൃത്യമായി എത്തുന്നു. ഈ ട്രെയിൻ നാഗർകോവിൽ എത്തിയാലും പിന്നീട് ഈ ട്രെയിനിന്റെ മുഴുവൻ ബോഗികളും മാറുന്നില്ല. ഈ ബോഗി തന്നെയാണ് പിന്നീട് ചെന്നൈയിലേക്കും പോകുന്നത്. സ്വാഭാവികമായും ആ ഒരു നിർദ്ദേശം, അത്തരമൊരു ട്രെയിൻ തിരഞ്ഞെടുത്തതിലടക്കം കൃത്യമായി ഒരു നിർദ്ദേശം ഈ കുട്ടിക്ക് ആരാണ് നൽകിയത്, അല്ലെങ്കിൽ അത്തരമൊരു നിർദ്ദേശം എങ്ങനെ ലഭിച്ചു എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിന് ഈ മാതാപിതാക്കളുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഫോൺ കോളുകൾ, അതിന് മുമ്പ് ലഭിച്ച ഫോൺ കോളുകൾ എന്നിവയെല്ലാം പരിശോധിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ സഹോദരനുമായി ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള ബന്ധങ്ങളില്ല, ഈ തുടർച്ചയായി വിളിക്കുന്നവരല്ല ഇവർ ആരും എന്നുള്ളതാണ്. പക്ഷേ ഈ കുട്ടിയുമായി ഈ സഹോദരൻ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പോലീസ് പരിശോധിച്ചു വരുന്നത്. ഈ കുട്ടിയുടെ നിലവിലെ വീട്ടിലെ ജീവിത സാഹചര്യം കൂടി പോലീസ് അല്പസമയം മുമ്പ് ശേഖരിച്ചിരുന്നു. ഈ ശേഖരണത്തിൽ പോലീസ് ലഭിച്ച വിവരം ഇങ്ങനെയാണ്. ഈ കുട്ടി വീട്ടിനുള്ളിലെ എല്ലാവിധ ഗാർഹിക ജോലികളും ചെയ്യുന്ന കുട്ടി നമ്മൾ ഈ കാണുന്ന കുട്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, മാനസികമായ വിഷമതകൾ ഉണ്ടായിരുന്നു. ഇത് സഹോദരനുമായി പങ്കുവെക്കുകയും സഹോദരൻ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ നിന്ന് മാറ്റുവാനുള്ള ശ്രമമാണോ നടത്തിയത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന കൂടി ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു 13 വയസ്സുകാരുടെ ബുദ്ധി മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പോലീസ് ഇഘട്ടത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. അതിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇഘട്ടത്തിൽ പോകുന്നത്. അതിന് പോലീസിന് മുമ്പിൽ തക്കതായ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ തക്കതായ
കാര്യകാരണങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇവരുടെ CDR പരിശോധിക്കുമ്പോൾ അക്കാര്യത്തിൽ വ്യക്തത വരും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ചെന്നൈ എഗ്മോറിൽ തന്നെ ഈ കുട്ടി എത്തിയതായി ഇപ്പോൾ സംസ്ഥാന പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. അവിടെ നിന്ന് എവിടേക്കാണ് ഈ കുട്ടി പോയത് എന്നുള്ളത് സംബന്ധിച്ച് ആശയക്കുഴപ്പം മാത്രമാണ്. മറ്റൊന്ന്, ഈ കുട്ടി 1 മാസം മുമ്പ് ആസാമിൽ നിന്ന് എന്തിനാണ് ഇവർ നിർബന്ധിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നത് സംബന്ധിച്ച് അന്വേഷണവും പോലീസ് പാരലായി തന്നെ നടത്തുന്നുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും ഈ പ്രശ്നം ഈ കുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കുടുംബവുമായുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഹാഷ്മി, എന്തായാലും കൃത്യമായ നിർദ്ദേശം, കൃത്യമായ മാർഗങ്ങൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി ഇത്രയും സഞ്ചരിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇക്കട്ടത്തിൽ വിലയിരുത്തുന്നത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ഹാഷ്മി, അരുണ എക്സ്പ്രസ് ഇന്നലെ ചെക്ക് ചെയ്ത ട്രെയിൻ തന്നെയാണ് 1257 അരുണ എക്സ്പ്രസ് പേരാമ്പൂർ വഴി എന്ന് പറയുന്നു. വേറൊരു പ്രേക്ഷകൻ ഇന്നലെ പാലക്കാട് വെച്ച് പരിശോധിച്ച് തിരുവനന്തപുരം സിൽച്ചാർ അരുണ എക്സ്പ്രസ് ആ വണ്ടി ചെന്നൈ വഴി തന്നെ പോകാനാണ് സാധ്യത എന്ന് പറയുന്നു. അപ്പോൾ പല ട്രെയിനുകൾ പരിശോധിച്ചു, അതിലൊരു ട്രെയിൻ തന്നെയാണിത്. അപ്പോൾ ഈ ട്രെയിനിൽ ആ സമയത്ത് ആ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ നിന്നൊക്കെ ഒരു ഘട്ടത്തിൽ പോലും പോലീസിൻ്റെ കണ്ണിൽ പെട്ടില്ല, TTRന്റെ കണ്ണിൽ പെട്ടില്ല, റെയിൽവേ പോലീസിൻ്റെ കണ്ണിൽ പെട്ടില്ല. അതും കേവലം 13 വയസ്സുള്ള ഒരു കുട്ടി. എന്തായാലും അവിശ്വസനീയമാണെന്ന തർക്കമില്ല. അത് ആശാവി എന്നൊരു പ്രേക്ഷക പറയുന്നുണ്ട്, എന്താണ്, എവിടെയായിരുന്നാലും സേഫ് ആയാൽ മതി. സത്യമായും നമ്മുടെ ആഗ്രഹം അത് മാത്രമേ ഉള്ളൂ. ഈ കുട്ടി എന്തിൻ്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ടായാലും, കുട്ടി എങ്ങോട്ടേക്ക് എത്തിപ്പോയാലും എവിടെയെങ്കിലും സേഫായി സുരക്ഷിതയായി ആരുടെയെങ്കിലും അപകടകരമായ കൈകളിലേക്ക് എത്തിപ്പെടാതെ സേഫായിരിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെയാണ്. ശ്രീ ജോർജ് ജോസഫ് സാറിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ നമ്മൾ ഇന്നലെ വൈകുന്നേരം മുതൽ അന്വേഷിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ പോലീസ് സംഘം പരക്കം പായുകയാണ്. നമ്മുടെ വാർത്താ സംഘം അവർക്കൊപ്പമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു ലീഡും പോലീസിന് കിട്ടിയിരുന്നില്ല. ആകെയുള്ളത് ചിത്രമാണ്. ഈ ചിത്രമാകട്ടെ വളരെ യാദൃശ്ചികമായി വീണ് കിട്ടിയ മട്ടിൽ വളരെ യാദൃശ്ചികമായി ആ തീവണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി 24 കാണുവേ യാദൃശ്ചികമായ ഒരു സംശയം തോന്നപ്പോൾ എടുത്തൊരൊറ്റ ചിത്രം മാത്രമാണ് ലീഡ് എന്ന നിലയ്ക്ക് ഈ ഘട്ടം വരെയും നമുക്കുള്ളത്. ബാക്കി ആ വഴി പോയപ്പോൾ നാഗർകോവിലടക്കം ശേഖരിച്ച ഈ CCTV ദൃശ്യങ്ങളും. ശ്രീ ജോർജ് ജോസഫ് സാർ, കേവലം ഒരു 13 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിക്ക് ഇത്രയും പോലീസ് സംവിധാനങ്ങളെ, റെയിൽവേ പോലീസിൻ്റെ സംവിധാനങ്ങളെ, TTRമാരെ ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ചെന്നൈ വരെ ഈ സമയം കൊണ്ട് നിരന്തരം യാത്ര ചെയ്ത് പോകാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ അങ്ങ് ഒറ്റയ്ക്ക്? ഏതായാലും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രെയിനിലിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടു. ബബിത എന്ന് പറഞ്ഞ ആ കൊച്ച് ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഇത്ര രീതിയിൽ പോലീസിന് പുരോഗമിക്കാൻ പറ്റിയത്. കാരണം അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ ഫോട്ടോ പബ്ലിഷ് ചെയ്യാം, ഫ്ലാഷ് ചെയ്യാം. ഇനി കയ്യിൽ ആ കൊച്ചിൻ്റെ കയ്യിൽ മൊബൈൽ ഏതെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടി അത് കണ്ടു കാണും, കാണാനുള്ള സാധ്യതയും കൂടുതലാണ്. രണ്ടാമത്, ഒരു അസാമാന്യ ബുദ്ധിയുള്ള കുട്ടിയായിട്ടാണ് എനിക്ക് തുടക്കം മുതൽ തോന്നിക്കൊണ്ടിരുന്നത്. കാരണം എങ്ങനെയാണ് ഇവിടുന്ന് കൃത്യമായി ട്രെയിനിൽ കയറി അതിനുശേഷം ആ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം കുപ്പിക്കകത്ത് നിറയ്ക്കുന്നതൊക്കെ സ്ഥിരം ട്രെയിൻ യാത്ര ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ. വളരെ കൂളായിട്ട് ഇറങ്ങി നിന്ന് ആ വെള്ളം ശേഖരിച്ചിട്ട് വീണ്ടും കയറി 2 സ്ഥലത്ത് അങ്ങനെ ചെയ്തു. ഏതായാലും ചെന്നൈയിൽ വരെ എത്തി എന്നതിൽ സന്തോഷം തോന്നുന്നു. കാരണം അതിന് ഇടയ്ക്ക് ഞാൻ വിചാരിച്ചത് പാറശാലയ്ക്കും കന്യാകുമാരിക്കിടയ്ക്ക് കുട്ടിക്ക് അപകടം ഉണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ആ കുട്ടി സ്വല്പം കാണാൻ മിടുക്കിയായ കുട്ടിയാണ്. ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴുകന്മാർ അവിടുന്ന് റാഞ്ചി പറന്നതിനെ തട്ടിക്കൊണ്ട് പോകും. അപകടം ഉണ്ടാവും തന്നെയായിരുന്നു ഞാൻ കരുതിക്കൊണ്ടിരുന്നത്. ഏതായാലും കുട്ടിക്ക് യാത്രയിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അതിനകത്ത് വേറൊരാളുടെ ഒരു ഡയറക്ഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. കൈ ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ 13 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലെന്താണ്, ഒരു പാവം കുഞ്ഞെന്നുള്ളതാണ്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ ഒരു 4-5 ഫുട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാ ദൃശ്യങ്ങളിലും നമ്മൾ ഈ കുട്ടിയുടെ ചിത്രം തീവണ്ടിയിൽ നിന്ന് വളരെ കൂളായി ഇറങ്ങി വെള്ളമെടുത്ത് തിരിച്ച് തീവണ്ടിയിലേക്ക് കയറുന്ന കുട്ടിയെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തീവണ്ടിക്ക് പുറത്തിറങ്ങി അതിൻ്റെ തീവണ്ടിയുടെ ആ ബാറിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടിയെ നമ്മൾ കാണുന്നുണ്ട്. ഒരിടത്തും പകപ്പിൻ്റെതായോ ഏതെങ്കിലും ആകെ തകർന്ന മട്ടിലോ ബ്രോക്കണായോ കാണപ്പെടുന്നില്ല ആ കുട്ടിയെ. അപ്പോൾ നമ്മൾ പരമ്പരാഗതമായി പറയുന്ന 13 വയസ്സുള്ള പാവം കുട്ടിയല്ല, കുറച്ച് ബോൾഡാണ്. ഞാൻ പിന്നെ നല്ല അർത്ഥത്തിൽ പറയുന്നു, കുറച്ച് ബോൾഡാണ് ആ കുട്ടി. ശ്രീ ജോർജ് ജോസഫ്, ബോൾഡ് തന്നെയല്ല, നല്ല ഇൻ്റലിജൻ്റ് ആണ്. വേറെ ആൾ ഡയറക്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടിയും 13 വയസ്സുകാരി ഇതുപോലെ കൂളായിട്ട് പോവില്ല. ഓരോ സ്ഥലത്തുനിന്ന് 2 സ്ഥലത്തുനിന്ന് വെള്ളം എടുത്തത് തന്നെ കണ്ടപ്പോൾ എന്ത് കൂളായിട്ട് ഇറങ്ങിയായിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. അത് ട്രെയിനിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അത് തന്നെയല്ല, ചെന്നൈ ചെന്നിട്ട് ചെന്നൈ വരെ എത്തിയെന്ന് പോലീസ് കൺഫേം ചെയ്യുന്നുണ്ട്. കാരണം സേഫായിട്ട് ചെന്നൈ എത്തി. അതിനുശേഷം എങ്ങോട്ട് പോകുന്നു? ബാംഗ്ലൂർ ഇപ്പോഴത്തെ ആ കുട്ടിയുടെ ബ്രദർ എന്ന് പറഞ്ഞ ആൾ ഈ വിവരം ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് 24 ആണ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ
അയാൾ അവിടെ ജോലിക്ക് വരാതെ മാറി നിന്നു, മൊബൈൽ ഫോൺ എടുത്തില്ല. പിന്നെ ആ ഹോട്ടലുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഹോട്ടലുകാർ ഇവനെ വിളിച്ചു വരുത്തി. അതിനുശേഷം ആണ് അവൻ രംഗത്ത് വരുന്നത്. അതേസമയത്ത് 4 മണിക്ക് അയാൾ വീണ്ടും ജോലിക്ക് കയറിയിട്ടുണ്ട്. അതേസമയത്ത് പോലീസ് സംശയിക്കുന്നത് ഈ കുട്ടി ഇവരുടെ കുട്ടിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി നോക്കേണ്ടിയിരിക്കും. ജോർജ് ജോസഫ്, നമ്മളിപ്പോ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ അതെന്ത് പ്രൊസീജിയറൽ ഹസാർഡ് കൊണ്ടാണെങ്കിലും നമ്മൾ പരിശോധിക്കാൻ വൈകി എന്ന കാര്യം ഉറപ്പാണ്. നമുക്ക് അതുവരെ ആകെ കിട്ടിയത് ഈ ചിത്രം മാത്രമായിരുന്നു. ജോർജ് ജോസഫ്, ഇനിയും ഈ കുട്ടിയുടെ സഹോദരൻ, നമ്മുടെ ബാംഗ്ലൂരിലുള്ള അരുൺ പൂപ്പറമ്പ കുട്ടിയുടെ സഹോദരനെ കാണാൻ വേണ്ടി പോയി. അയാൾ അരുണുമായി സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. രാവിലെ ഈ വാഹിദ് എന്ന് പറയുന്ന കുട്ടിയുടെ സഹോദരൻ നമ്മൾ ഫോണിൽ വിളിക്കുമ്പോൾ വാഹിദ് പറയുന്നത് എന്താണ്, എനിക്കൊന്നും അറിയില്ല എന്നാണ് പറയുന്നത്, ജോലിയുണ്ടെന്ന് പറയുന്നു. അരുൺ ആ ഹോട്ടലിൽ പോയി അന്വേഷിക്കുമ്പോൾ ഇന്ന് ഈ സമയം വരെയും അരുൺ ഈ പറയുന്ന സഹോദരൻ ജോലിക്ക് കയറിയിട്ടില്ല. അടിയന്തരമായി ഈ സഹോദരനെ ചോദ്യം ചെയ്യൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. ഈ സഹോദരനോട് ഏതെങ്കിലും തരത്തിലുള്ള കോൺടാക്റ്റ് കുട്ടിയുമായി ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? വീട്ടുകാരുമായി ആ രീതിയിൽ ചോദ്യം ഉത്തരം രൂപത്തിൽ തന്നെ വീട്ടുകാരോട് ചോദിക്കണ്ടേ? മറ്റെന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അവരുമായി ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ഈ കുട്ടിയുടെ സഹോദരിയുണ്ട്, സഹോദരിയോടും ചോദിക്കണ്ടേ ഈ കുട്ടിയുടെ പോക്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നേരത്തെ ഈ കുട്ടിയുടെ യാത്ര അറിയാമോ? ആ രീതിയിൽ കൂടി കുറച്ച് ചോദ്യം ചെയ്യലൂടെ ഈ സമയത്ത് വേണ്ടി വരില്ലേ ശ്രീ ജോർജ് ജോസഫ് സാർ? തീർച്ചയായിട്ടും പോലീസ് ആ രീതിയിലൂടെ നോക്കണം ഇനി. കാരണം ഈ കുട്ടി പ്രിപ്പയർഡ് ആണെന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. കാരണം ആ ട്രെയിനിൽ ഇരിക്കുന്നതും അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബാഗും, നല്ല വെൽ ഡ്രസ്ഡാണ്. ആ കാതിലൊക്കെ എക്സ്ട്രാ ഇയർ റിങ്സ് ഒക്കെ ഇട്ടിരിക്കുന്നു. അപ്പം ഡ്രസ്സൊക്കെ നല്ല മോഡേൺ ഡ്രസ്സാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു ലക്ഷണമല്ല അത്. അത് തന്നെയല്ല ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊരു ഭയവും ഇല്ല. അത് തന്നെയല്ല ട്രെയിനിൽ കയറി പോവുകയാണ്, കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു അപകടം വന്ന് ഇനി ആരോ ഇയാളെ ഡയറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അത് ബ്രദറോ ഇനി വേറൊരാളുണ്ടോ എന്ന് നമുക്കറിയില്ല. അതോ നാട്ടിൽ ആസാമിൽ നിന്ന് തന്നെയാണോ? അവിടുന്ന് 1 മാസം മുമ്പേ വന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് ഒരു ഡയറക്ഷൻ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ഈ ചെന്നൈ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആസാമിലോട്ട് പോകണമെങ്കിൽ പെരുമ്പൂർ എവിടെയോ അവിടുന്ന് 8-10 കിലോമീറ്റർ അകലെ പോയി വേണം കയറാൻ, ആ ട്രെയിനിൽ കയറാൻ. അപ്പം അതിനൊക്കെ ഒരു എക്സ്പീരിയൻസും വേറെ ആളുടെ ഗൈഡൻസ് ഇല്ലാതെ പറ്റില്ല. ചെന്നൈ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആരെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ ആസാമിലേക്കാണ് മടങ്ങി പോകുന്നെങ്കിൽ കുട്ടിയുടെ പൈസ എത്ര 40 രൂപ ഉണ്ടെന്നാണ് വീട്ടിൽ പറയുന്നത്. അപ്പം പണം വേണം. ടിക്കറ്റൊക്കെ എക്സാമിനർ വന്നു കഴിഞ്ഞാൽ ലോങ് ട്രിപ്പ് തീർച്ചയായിട്ടും ആ കുട്ടിയെ അവർ TTR പിടിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, ഇവിടുന്ന് ചെന്നൈ വരെ പോയപ്പം തീർച്ചയായിട്ടും അവിടെ ഒരു പരിശോധന നടത്തിയിട്ടുണ്ടാവും. ഉണ്ടായിരുന്ന കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ആ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം ചെന്നൈക്ക് തീർച്ചയായിട്ടും കൂടുതൽ പൈസ വേണം. ഈ കുട്ടിയുടെ കയ്യിൽ എങ്ങനെ കൂടുതൽ പണം വന്നു? വീട്ടുകാർ പറയുന്നത് 40 രൂപ എന്നുണ്ടെന്ന്. അത് അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. ഈ യാത്ര ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. കാരണം വെൽ പ്രിപ്പയർഡാണ്. എന്തോ ഒരു മാനസികമായി അവരുമായിട്ട് അകന്ന് ഒരു പിണക്കം ഉണ്ടായിട്ട് ഇവിടുന്ന് പോവുകയാണ്. അന്നേരം അതൊന്നെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും ഒരു ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട്, കയ്യിലൊരു വേറൊരു എക്സ്ട്രാ ഫോൺ കാണും. അല്ലെന്നുണ്ടെങ്കിൽ കുട്ടി നല്ല ട്രെയിൻ യാത്ര ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഇത് പലതും നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത് വളരെ ദുരൂഹത കൂടുതലാണ്. ഒരു പ്രേക്ഷക അശ്വതി വെച്ച് പറഞ്ഞു, ഈ കുട്ടി മാത്രമല്ല 13 വയസ്സുള്ള എല്ലാ കുട്ടികളും 18 വയസ്സിനോടൊപ്പം ബോൾഡാണ് സാർ എന്ന് പറയുന്നു. പക്ഷേ അത് മാതൃക താഴെ സുജാത പറയുന്നു, അനുകരിക്കാൻ നോക്കിയാൽ പണിവാളി എന്ന് പറയുന്നുണ്ട്. എന്തായാലും 26 ആൻസി പറയുന്നു 26ആയി, ഇപ്പോഴും പേടി ഒറ്റയ്ക്ക് പോകാൻ, ഞാൻ ഒക്കെ ഇറങ്ങിപ്പോയാൽ പേടിച്ച് മരിക്കും എന്നൊക്കെ പറയുന്നു. എന്തായാലും ആ കുട്ടി ഒരു പാവം, എന്താണ് പരമസാധു എന്നൊക്കെ നമ്മൾ രാവിലെ കരുതുന്ന പോലെ കുട്ടിയല്ല. നല്ല അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ പോലീസ് സംശയം നമ്മൾ കരുതുന്നത് തിരുവനന്തപുരം ഗുവാഹത്തി ഈ പറയുന്ന തീവണ്ടിയിൽ ഈ കുട്ടി ഉണ്ട് എന്നുള്ളതാണ്. ഉറപ്പായും എന്നെ കാണുന്ന കേൾക്കുന്ന 24ന്റെ പ്രേക്ഷകർ ഈ തീവണ്ടിയിൽ ഉണ്ടെങ്കിൽ കേരളം തിരയുന്ന തസ്മിത്ത് ഒരുപക്ഷെ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് 8111991453 8111991453 എന്ന നമ്പറിൽ അറിയിക്കാൻ അപേക്ഷിക്കുകയാണ്. നേരത്തെ 1-2 പ്രേക്ഷകർ ഈ തീവണ്ടി കൃത്യമായി വിശാഖപട്ടണത്തെത്തി എന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രേക്ഷകർ ഉണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കണ്ണ് ഒന്ന് തുറന്നിരിക്കുക. തസ്മിത്ത് അംസം നിങ്ങളുടെ തൊട്ട് തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകാം. 8111991453 എന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ അഭ്യർത്ഥന ഈ കുട്ടി സേഫായിട്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല, കേരള പോലീസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് അത് വലിയ സഹായവുമാവും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ
എന്താണ് ഒരു പ്രേക്ഷകൻ പറയുന്നത്, ബഷീർ പറയുന്നത്, ആ കുട്ടി നാട്ടിലേക്ക് പോകാൻ വേണ്ടി തന്നെ വീട്ടിൽ വഴക്കുണ്ടാക്കിയതാണ്, മനഃപൂർവ്വം വഴക്കുണ്ടാക്കിയതാണ്, അല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യവിവരം കിട്ടും. അങ്ങനെ എന്തൊക്കെ ഉണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. കാര്യം അത്ര നിഷ്കളങ്കമായി നമ്മൾ രാവിലെയൊക്കെ പറഞ്ഞിരുന്നത് പോലെ വീട്ടിൽ പെട്ടെന്നൊരു വഴക്കുണ്ടാവുന്നു. ആ വഴക്കിൻ്റെ പേരിൽ അമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്താണ് സഹോദരൻ വഴക്കുണ്ടാക്കുന്ന ആദ്യമൊന്നുമല്ലല്ലോ, അമ്മ തല്ലുന്നതും ആദ്യമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെടുന്നതാണ്, നമ്മൾക്ക് ഒറ്റ ബുദ്ധിക്ക് ഇറങ്ങി പുറപ്പെടുന്നതെന്ന് കരുതി. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളൊന്നും കൂടെ മനസ്സിലാക്കാൻ. കൃത്യമായ പ്ലാനിങ് അക്കാര്യത്തിലുണ്ട്, കൃത്യമായ നിർദ്ദേശം ഈ 13 വയസ്സുകാരി പെൺകുട്ടി കിട്ടുന്നുണ്ടെന്നതിനാണ് പോലീസിന് ഇപ്പോൾ സംശയം. അതിൽ ജ്യേഷ്ഠനടക്കം സംശയിക്കുന്നുണ്ട് പോലീസ്. അവർ തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണങ്ങളുടെ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുന്നുണ്ട്, CDR അടക്കം എടുക്കുന്നുണ്ട്. അവിടെ ഈ ബംഗളൂരുവിലുള്ള അവിടെ പോയി ചേട്ടനോട് മുഖതാവിൽ കാര്യങ്ങൾ ചോദിക്കാൻ പോലീസ് സംവിധാനങ്ങൾ കഴിയുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, തസ്മിത് സഞ്ചരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന തിരുവനന്തപുരം ഗുവാഹത്തി ട്രെയിനിൽ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, 24-ൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ടെങ്കിൽ, കേരളം തിരയുന്ന തസ്മിത് തംസും നിങ്ങളുടെ തൊട്ടടുത്ത് യാത്ര ചെയ്യുന്നുണ്ടാകും ഒരുപക്ഷെ. അതുകൊണ്ട് ഒന്ന് കണ്ണു തുറന്ന് ഇരിക്കണം. നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ തന്നെ 8111991453 8111991453 എന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പ് ചെയ്യുകയോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അറിയിക്കുക. കാര്യം ആ കുട്ടി സേഫായിട്ടിരിക്കുന്നു എന്ന് ഉറപ്പിക്കൽ. കാര്യം ഇപ്പോഴും നമുക്ക് കുട്ടി ബോൾഡാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും വല്ലാത്ത കാലമാണ്, ചതിക്കുഴികളുടെ കാലമാണ്. നേരത്തെ ജോർജ് ജോസഫ് സാർ പറയുന്നത് പോലെ ഒക്കെ സംഭവിക്കില്ല എന്ന് നമുക്ക് ആശ്വസിച്ചിരിക്കാൻ ഒരു കഥയുമില്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് ആ കുട്ടി സേഫായിട്ടിരിക്കുക എന്ന് ഉറപ്പിക്കേണ്ടത് ഈ രാത്രിയുടെ അനിവാര്യത, ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് എന്തെങ്കിലും അറിയുന്നവർ പെട്ടെന്ന് അതിലേക്കൊരു മെസ്സേജ് ഒന്ന് വിളിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ മുന്നിൽ നിന്ന് മനീഷ് മൂർത്തി ചെയ്യുന്നുണ്ട്. മനീഷ്, ചെന്നൈ എഗ്മോറിൽ തീവണ്ടി എത്തി, അല്ലെങ്കിൽ ചെന്നൈ എഗ്മോറിൽ നിന്ന് കുട്ടി എത്തി എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കുട്ടി എങ്ങോട്ടേക്ക് പോയി എന്ന സൂചന അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ മനീഷ്? ഹാഷ്മി, കൃത്യമായി തന്നെ രാവിലെ ഈ കുട്ടി എത്തി എന്നുള്ള വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നത്. അത് കൃത്യമായി RPF-ൽ നിന്നും നമുക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും മറ്റൊരു ട്രെയിൻ കയറി പോയി എന്നുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് RPF ഇപ്പോൾ. ഈ എഗ്മോർ സ്റ്റേഷനകത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കുന്നത്. പക്ഷേ RPF ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നാഗർകോവിലിൽ ഈ കുട്ടി ഇറങ്ങി വെള്ളം കുടിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ ചില ദൃശ്യങ്ങൾ വരുന്നുണ്ട്. നാഗർകോവിലിൽ നിന്നുമുള്ള ഒരു ട്രെയിൻ രാത്രി 8:30 കൂടി ഇവിടേക്ക് വരുന്നുണ്ട്, ഈ എഗ്മോർ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. ആ ട്രെയിനിൽ കൂടി ഒരു പരിശോധന നടത്തണം എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ RPF പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നൊരു അവ്യക്തത ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത് നാഗർകോവിലിൽ ഈ കുട്ടിയുടേത് സമാനമായ ഒരു കുട്ടി അവിടെ ഇറങ്ങി വെള്ളം കുടിക്കുന്നത് ആ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ വരുന്ന ട്രെയിനിൽ ഒരു പക്ഷേ ആ കുട്ടി ഉണ്ടാകാനുള്ള സാധ്യത അത് RPF പറയുന്നുണ്ട്. ഒരു പ്രത്യേക സംഘം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ചെന്നൈ എഗ്മോർ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ജോലി നടത്തുന്നുണ്ട്. അത് CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ നമ്മളോട് RPF-കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുട്ടി ഇവിടെ രാവിലെ എത്തിയിട്ടുണ്ട്, അതിനുശേഷം ഇവിടെ നിന്ന് ഗുവാഹത്തിയിലേക്ക് പോയി എന്നുള്ള വിവരമാണ്, ഗുവാഹത്തി ട്രെയിനിലേക്ക് പോയി എന്നുള്ള വിവരമാണ്. അവിടെ തന്നെ ചില കോൺട്രഡിക്ഷൻസ് ഉണ്ട്. കാരണം നേരത്തെ അവിടെ നിന്നും വന്നിട്ടുള്ള ട്രെയിൻ ആണെങ്കിൽ അത് 6:30-ക്കാണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന കന്യാകുമാരി ടു എഗ്മോർ ഉള്ള ട്രെയിൻ എന്ന് പറയുന്നത് 6:30 മണിക്കാണ് ഇവിടെ എത്തുന്നത്. പക്ഷെ ഇവിടെ നിന്നുള്ള ഗുവാഹത്തി എക്സ്പ്രസ് എന്ന് പറയുന്നത് പുലർച്ചെ 5:30 മണിക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കോൺട്രഡിക്ഷൻ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതല്ല, കുട്ടി ആ ട്രെയിനിലല്ല വന്ന് വേറൊരു ട്രെയിനിലാണ് എത്തിയിരുന്നത് എങ്കിൽ കൂടിയും എന്തായാലും ഗുവാഹത്തിക്കുള്ള ഡയറക്റ്റ് ട്രെയിനിൽ ആ കുട്ടിക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. ആ രീതിയിലുള്ള ചില സംശയങ്ങൾ, ചില പ്രശ്നങ്ങൾ എന്തായാലും ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും RPF നിലവിൽ പറയുന്നത് ഈ നാഗർകോവിലിൽ നിന്നും വരുന്ന ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ എന്തായാലും ആ ട്രെയിനിൽ കൂടി പരിശോധന നടത്തണമെന്നുള്ളതാണ് എഗ്മോറിലുള്ള RPF-കാർ പറയുന്നത്. അത് ഒരു SP-യുടെ നേതൃത്വത്തിൽ, RPF SP-യുടെ നേതൃത്വത്തിൽ തന്നെയാണ് സംഘം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. അത് ഇവിടെ വന്നിറങ്ങിയ ട്രെയിനിന്റെ എല്ലാ CCTV ദൃശ്യങ്ങളും നിലവിൽ പരിശോധിക്കുന്നു. ആ രീതിയിലാണ് എന്തായാലും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. എന്തായാലും ആ ഒരു പ്രതീക്ഷ RPF നിലവിൽ പങ്കുവയ്ക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം, അതായത് നാഗർകോവിലിൽ നിന്നും വരുന്ന ട്രെയിനിൽ ഒരു പക്ഷേ ആ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും എന്തായാലും RPF പറയുന്നുണ്ട്. ഹാഷ്മി, മനീഷ് മൂർത്തിയാണ് ചെന്നൈ എഗ്മോറിൽ നിന്ന് വിവരം നൽകുന്നത്. ഈ കുട്ടി അങ്ങോട്ടേക്ക് എത്തിയെന്നാൽ സ്ഥിരീകരിച്ചതാണ്. ഷാജി എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നത്, വേർ ഇസ് TTR, ഹൗ ക്യാൻ ഷീ ട്രാവൽ വിത്തൗട്ട് ടിക്കറ്റ് ഇൻ ദ ട്രെയിൻ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വാഭാവികം നമുക്കൊക്കെ ഉയരുന്ന സംശയമാണ്, 40 രൂപ മാത്രം കയ്യിലുള്ള കുട്ടി എങ്ങനെയാണ് ഈ കണ്ട ദൂരമൊക്കെ TTR-നെ കണ്ടുപിടിച്ച് യാത്ര ചെയ്തു എന്നൊക്കെയുള്ള സംശയം നമുക്കുണ്ടാകും. അതിനൊക്കെ മറുപടി അല്പസമയത്തിനകം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. മാത്രമല്ല, ഏതോ ഒരു CCTV സബ്ജക്റ്റ് കറക്ഷൻ ഞാൻ കണ്ടത് കുട്ടി തീവണ്ടിയിൽ AC കോച്ചിൽ നിറങ്ങുന്നത് പോലെ ഒരു തോന്നൽ എനിക്കുണ്ടായി. കാഴ്ച
എന്താ ഒരു കാഴ്ച ഉണ്ടായി. അത് പിന്നെ സബ്ജക്ട് കറക്ഷൻ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എ സി കോച്ചിലടക്കം കയറാൻ കഴിഞ്ഞത്? എങ്ങനെയാണ് ഈ പറയുന്ന സംവിധാനങ്ങളിലൂടെയൊക്കെ TTR ഒക്കെ നോക്കി നിൽക്കുമ്പോൾ? ഇത് ഒരു സാധാരണ യാത്രയല്ല. ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് സംവിധാനം മൊത്തം, ഒരു സംസ്ഥാനത്തിൻ്റെ മാധ്യമ ശ്രദ്ധ അടക്കം കിട്ടിയ എല്ലാവരുടെയും ഇന്നലെ രാത്രി മുതൽ എല്ലാവരും വാർത്ത കാണുന്നവരാണ്. ബഹുഭൂരിപക്ഷം പേരും വാർത്ത കാണുന്നവരാണ്. അവരുടെ മനസ്സിലൊക്കെ ഈ കുട്ടിയുടെ മുഖം ഇപ്പോൾ പതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ആളുകളുടെ മുന്നിൽ, അത്രയും പോലീസിൻ്റെ മുന്നിൽ കയ്യിൽ കേവലം 40 രൂപ എങ്ങനെയാണ് ഈ കുട്ടി ഇക്കണ്ട ദൂരം സഞ്ചരിച്ചെന്ന ചോദ്യം അവൾ ഉയർന്നു. ബിന്ദു മനോജ് പറയുന്നു, ഹാഷ്മി, സ്കൂളിൽ വിടാനും വിളിക്കാനും പോകുന്ന മലയാളി മാതാപിതാക്കളെയും മക്കളെയും പോലെയല്ല ഇതര സംസ്ഥാനത്തിൽ വരുന്നവരുടെ കുഞ്ഞുങ്ങൾ. അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. അത് വേറൊരു കാര്യമാണ്. ഉറപ്പായും അവർ നമ്മുടെ 13 വയസ്സുകാരിയെ കാണുന്ന ഒരു ജീവിതാനുഭവത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളുടെ 13 വയസ്സുകാരെ കാണരുത് എന്ന ബിന്ദു മനോജിൻ്റെ ആ നിലപാട് ശരിയുമാണ്. ശ്രീ ജോർജ് ജോസഫ് ചേർന്നു. ശ്രീ ജോർജ് ജോസഫ്, നമുക്ക് ആ കുട്ടി പ്ലാൻഡ് ആവട്ടെ, പ്ലാൻഡ് അല്ലാതെ ആവട്ടെ, ആ കുട്ടിക്ക് പിന്നിൽ സഹോദരൻ ഉണ്ടാവട്ടെ, ആ കുട്ടി ഇനി വീട്ടിലെ ഏതെങ്കിലും കൊടിയ പീഡനം സഹിക്കാതെ ഇനി വീട്ടിലേക്കില്ല എന്ന് ഇറങ്ങി പുറപ്പെട്ടൊരു മിടുക്കിയാവട്ടെ. പക്ഷെ നമുക്കിപ്പോൾ ഉറപ്പിക്കേണ്ടത് ആ കുട്ടി എവിടെയാണെങ്കിലും സുരക്ഷിതമായ കരങ്ങളിൽ സേഫായി, താങ്കൾ ആദ്യ വാക്ക് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും കഴുകന്മാരുടെ കയ്യിൽ പെട്ടുപോകാതെ സേഫായി എത്തുക എന്നത് പ്രധാനമാണ്. അത് നമുക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുമോ ശ്രീ ജോർജ് ജോസഫ് സാർ? ഇല്ല, അത്ര ക്ലാരിറ്റി ഇല്ല. RPFൻ്റെ കാര്യത്തിൽ എനിക്ക് സംശയമാണ്. കാരണം ഈ നാഗർകോവിൽ വെച്ച് കുട്ടിയെ കണ്ടു എന്നുള്ളത് അത് കറക്റ്റാണ്. അതിനു മുമ്പ് ബബിതയുടെ ആ ഫോട്ടോഗ്രാഫും ആ ട്രെയിനിൽ യാത്ര ചെയ്തും കറക്റ്റാണ്. പക്ഷേ ഇതിനകത്ത് ബാംഗ്ലൂർ പോകാനാണെങ്കിൽ ഈ റൂട്ട് ചെന്നൈ പോയിട്ടുള്ള റൂട്ട് തിരഞ്ഞെടുക്കില്ല. അപ്പോൾ ആ റൂട്ട് പോയെന്ന് പറയുന്നത് അതിൽ RPF പറയുന്നത് ഇനി നാഗർകോവിലിന് 8:15 രാത്രി വരുന്ന ആ ട്രെയിനിലും കൂടെ ഒന്ന് നോക്കണം, അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെന്നൈ ചെന്നോ ഇല്ലയോ എന്നുള്ള കാര്യവും വേറെ. അവിടുന്ന് ആസാമിലേക്ക് പോകുന്നോ ഇല്ലയോ എന്ന് സംശയം. അതിൽ കുട്ടിയുടെ ഈ പണമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം TTR പിടിക്കും, അല്ലെങ്കിൽ ബൈ ചാൻസ് ആരെങ്കിലും ചെയ്യും. പിന്നെ ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ട പരിസരത്ത് നിൽക്കുന്നവരൊക്കെ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. ഇത് വളരെ കൂളായിട്ട് കുട്ടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കയ്യിൽ പണം ഉണ്ടാവും. 1 മാസം മുമ്പ് അങ്ങാണ്ട് ആ നാട്ടിൽ നിന്ന് വന്നതെന്ന് പറയുന്നു. അങ്ങനെ അവിടുന്ന് വരുമ്പം തിരിച്ചു പോകാനുള്ള പൈസയും കുട്ടിയുടെ കൈ കാണും എന്നെനിക്ക് തോന്നുന്നത്. അതിൽ പണമുണ്ട്, അതിൻ്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. അല്ല ഇത്ര കോൺഫിഡൻസോടെ ആ ഇരിക്കുന്ന കണ്ടല്ലോ, ബബിത എടുത്ത ഫോട്ടോഗ്രാഫ് സൂപ്പറായിരിക്കുന്ന ആ കുട്ടിക്കാണ് ഒരു അവാർഡ് കൊടുക്കേണ്ടത്. കാരണം ഒരു ലീഡ്, കൃത്യമായ ഒരു ലീഡാണത്. അല്ലായിരുന്നു നമ്മൾ ഈ പാലക്കാട് അന്വേഷിച്ച പോലെ സർവ്വ സ്ഥലത്തും അന്വേഷിച്ച് നടന്ന് കുഴഞ്ഞു പോയേനെ. പക്ഷേ ഇപ്പം ട്രെയിൻ യാത്ര ചെയ്യുന്ന യാതൊരു സംശയമില്ല. കേരള പോലീസ് ഈ ബാംഗ്ലൂരും ഒക്കെ പോകുകയെന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ഈസിയല്ല. എന്നാലും കേരള പോലീസിനെ നമുക്ക് ഈ ഇത്തരത്തിൽ ഒന്ന് ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പേട്ട റെയിൽവേ പ്ലാറ്റ്ഫോം അവിടെ കിടന്ന് ഉറങ്ങിയ ഒരു കുഞ്ഞു കൊച്ചിനെ കാണാതെ പോയി അവസാനം പോലീസ് TV ചാനലുകാരും എല്ലാ രംഗത്ത് വന്നിട്ട് നമുക്ക് ആ കൊച്ചിനെ 2-ാം ദിവസം കിട്ടി ഒരു കുഴിക്കകത്തുനിന്ന്. അത് മറന്നു പോകരുത്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് നമുക്ക് ഒരു 3-4 ദിവസം കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ടും അതും വലിയ പ്രമാദം. നമുക്ക് എല്ലാം ജീവനോടെ കിട്ടി, കുട്ടികളെ തന്നെ വലിയ പ്രശ്നം ഉണ്ടാകാതെ കിട്ടി. ഇതെല്ലാം ട്രെയിൻ യാത്ര ചെയ്യുമ്പം തീർച്ചയായിട്ടും സുരക്ഷിതമാണ് എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ചെന്നൈ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് പറ്റിയെന്ന് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ടി വരിക, ഈ ദിവസമായിട്ടും ഒരു പെൺകുട്ടി കേരളത്തിൽ നിന്ന് പോയിട്ടും നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് അവർ എടുക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നതല്ല. പക്ഷേ എന്തുകൊണ്ട് പോലീസ് സംവിധാനങ്ങൾക്ക് ഇപ്പോഴും കൃത്യമായ ഒരു സൂചന ഒരു രാത്രി ഒരു പകൽ മൊത്തമായിട്ടും കിട്ടുന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചിന്തിപ്പിക്കേണ്ടതാണോ എന്നുള്ളത് അടുത്ത കാലത്തിൻ്റെ ചർച്ചയാണ്. എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു, 12:57 അരോണ എക്സ്പ്രസ്സിലേക്ക് ഈ കുട്ടിയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സംശയം മാത്രമാണ്. തസ്മി സഞ്ചരിക്കുമെന്ന് കരുതുന്ന ഈ തിരുവനന്തപുരം ഗുവാഹത്തി തീവണ്ടിയിൽ 24 പ്രേക്ഷകർ ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു പ്രേക്ഷകർ നേരത്തെ തീവണ്ടി കൃത്യം എവിടെ എത്തിയെന്ന് പറഞ്ഞു. കൂടുതൽ പ്രേക്ഷകർ അവിടെ ഉണ്ടെങ്കിൽ കേരളം തരുന്ന തംസും നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ സാദൃശ്യമുള്ള കുട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ആ വിവരം അറിയിക്കാൻ മടിക്കരുത്. 8111991453 എന്ന നമ്പറിലേക്കാണ് ആ വിവരം അറിയിക്കേണ്ടത്. അതിനുള്ള കാരണം അത് ഈ കുട്ടി സേഫാണ് എന്നൊന്ന് ഉറപ്പിക്കാൻ കഴിയും. 2, അത് പോലീസിന് നൽകുന്ന സഹായവും ചെറുതാവില്ല. നമ്മുടെ പ്രേക്ഷകരെ ഈ പറയുന്ന തീവണ്ടിയിൽ 12:57 അരോണ എക്സ്പ്രസ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടാവാതിരിക്കില്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ തസ്മി സഞ്ചരിക്കുന്നു എന്ന് കരുതുന്ന തിരുവനന്തപുരം ഗുവാഹത്തി ട്രെയിനിൽ കേരളം തിരയുന്ന തംസും നിങ്ങളുടെ തൊട്ടടുത്ത സീറ്റിൽ ചിലപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഒന്ന് നോക്കിയിരിക്കുക. നിങ്ങൾക്ക് തസ്മിത്തിനെ കണ്ടാൽ, അല്ലെങ്കിൽ തസ്മിത്തിൻ്റെ സാദൃശ്യമുള്ള ആരെങ്കിലും കണ്ടാൽ പോലും നമുക്ക് 8111991453 എന്ന നമ്പറിലേക്ക് വിളിക്കാം, മെസ്സേജ് അയക്കാം. നിങ്ങളൊരു ഫോൺ കോൾ കാത്ത് നമ്മൾ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൺ കോൾ കേരള പോലീസിന് അന്വേഷണത്തിൽ നൽകുന്ന മുന്നോട്ടേക്കുള്ള പോക്ക് വലിയ പോക്കായിരിക്കും. കാര്യം ഇപ്പോഴും വിജയവാഡയിൽ ആ കുട്ടിയെ കാണുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. വിജയവാഡ പോലീസിന് സഹായം
നമ്മൾ തേടിയിട്ടുണ്ട്. അത് നമ്മൾ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുകയാണ്. വിജയവാഡയിൽ ഈ കുട്ടി ഉണ്ട്, അല്ലെങ്കിൽ തീവണ്ടിയിൽ ഈ കുട്ടി, ആ കുട്ടി ചെന്നൈയിലേക്കോ ബാംഗ്ലൂരിലേക്കോ കുട്ടിയുടെ സഹോദരൻ്റെ അടുത്തേക്കോ സേഫായി എങ്ങോട്ട് വേണമെങ്കിൽ പോകട്ടെ. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു സമാധാനത്തിന് ഈ രാത്രി അറിയേണ്ടത് 13 വയസ്സ് മാത്രം പ്രായമുള്ള കേരളത്തിലെ കഴക്കൂട്ടത്തു നിന്ന് യാത്ര പുറപ്പെട്ട ഒരു പെൺകുട്ടി മറ്റൊരു അപകടവും സംഭവിക്കാതെ സുഖമായിരിക്കുന്നു, അല്ലെങ്കിൽ സേഫായി യാത്ര ചെയ്യുന്നു എന്ന വിവരം മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ആ കുട്ടിയുടെ ചേട്ടൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ അസമിൽ അവരുടെ ബന്ധുക്കളാരെങ്കിലുമുള്ള ആ ബന്ധുക്കളുടെ അടുത്തേക്കോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനെ അതൊന്നും നമ്മുടെ പ്രശ്നമേ അല്ല. നമ്മുടെ ആകെയുള്ള പ്രശ്നം ആ കുട്ടി സേഫ് ആവുക എന്ന് ഉറപ്പിക്കലാണ്. ആ ഉറപ്പിക്കൽ നിങ്ങളുടെ ഒരു മെസ്സേജിലൂടെ എന്തായാലും ആ ഉറപ്പിക്കൽ സാധ്യമാവുകയും ചെയ്യും. എന്തായാലും കുട്ടിയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന പോലീസിന് ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിജയവാഡ പോലീസിന് സഹായം തേടിയിട്ടുണ്ട്. വിജയവാഡയിലടക്കം ഈ കുട്ടി ഉണ്ടോ എന്ന കാര്യം അല്പസമയത്തിനകം അറിയാം. എന്തായാലും കുട്ടി സേഫ് ആയിട്ടിരിക്കട്ടെ.